നമ്മുടെ അപ്പൻ നമ്മുടെ അകത്ത് അവൻ വിലയേറിയത് ക്രിസ്തു എന്ന മൂലക്കല്ലിനെ നിന്റെ അകത്തളത്തിട്ടിട്ട് നിന്നെ അവന് വേണ്ടി പടുതു മാറ്റി നിർത്തിയിരിക്കുകയാ. പലപ്പോഴും നീ വില കുറച്ച് കാണുന്നുണ്ടെങ്കിൽ, നീ മൂല്യം കുറച്ച് കാണുന്നുണ്ടെങ്കിൽ അത് നിന്റെ ഉഴപ്പമാ. നിന്നെ നേടിയവന്റെ ഉഴപ്പമല്ല, നിന്റെ അകത്ത് പകരപ്പെട്ടവന്റെ, നിന്റെ അകത്ത് വ്യാപരിക്കുന്നവന്റെ അവൻ വില മൂല്യം അറിയേണ്ടത് ആവശ്യമാണ്. പകരപ്പെട്ട ആത്മാവിനെ അവൻ നിയോഗിക്കപ്പെട്ട സാന്നിധ്യത്തെയും ആഴത്തിൽ അറിയുന്നവന് ഞാൻ ആരാണെന്ന് ഗ്രഹിപ്പാൻ കഴിയും. ഈ പകൽക്കാലം നാം ആരാണെന്നുള്ള ഉത്തമ ബോധ്യത്തോടെ ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവജനത്തിന് അവൻ ക്രിസ്തുവിന്റെ വിലയേറിയ മൂലക്കല്ലായ, ക്രിസ്തുവിന്റെ വിലയേറിയ കെട്ടുപണിക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട, വെട്ടുകുഴിയിൽ വെച്ച് തന്നെ പണി തീർക്കപ്പെട്ട മനോഹരങ്ങളായ കല്ലുകളോടൊരുമിച്ച് എനിക്കും എന്റെ ആത്മനാഥന് പാദപെടുത്തലായിരിക്കാൻ സർവശക്തനായ ദൈവം നൽകി തന്ന നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പകലിലെ അല്പസമയത്തെ ചിന്തയ്ക്ക് വേണ്ടി കൊരിന്ത്യ ലേഖനം അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് എഴുതിയ ലേഖനങ്ങൾ 1-ാം പുസ്തകത്തിന്റെ 1-ാം ലേഖനത്തിന്റെ 2-ാം വാക്യത്തിന്റെ 6-ാമത് വാക്യം ആരെങ്കിലും ഒന്ന് വായിച്ചു തരുമോ? ബാക്കി ഭാഗങ്ങൾ 1 കൊരിന്ത്യ ലേഖനം 1-ാം അധ്യായം മുഴുവനും 2-ാം അധ്യായവും അതിന്റെ പ്രാരംഭ ഭാഗങ്ങളും സമയം പോലെ നിങ്ങൾ വീട്ടിൽ വായിക്കണമേ. അതിനകത്ത് 9-ാം വാക്യം, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. ആ വാക്യത്തിലേക്ക് നിങ്ങളുടെ വലങ്കരം വെച്ചിട്ട് നിങ്ങളുടെ ഇടങ്കലം ബലഹീനയായ എന്റെ നേരെ നീട്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കുമോ? പരിശുദ്ധനായ ദൈവമേ, വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, വചനം അങ്ങയുടേതാ, അടിയങ്ങളും അങ്ങയുടേതാ. ദൈവമേ, വചനം ഏതാത്മാവിനാൽ എഴുതപ്പെട്ടു, അതേ ആത്മാവിനാൽ എന്തുദ്ദേശത്തിനാൽ എഴുതപ്പെട്ടു, അതേ ഉദ്ദേശത്തിനാൽ ഇതിന്റെ ആഴങ്ങൾ അടിയങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. ബുദ്ധിയുടെ വശീകരണ വാക്കുകളും കെട്ടുപോയ കിഴവി കഥകളും വേണ്ട നാഥാ. മാനുഷിക ശബ്ദങ്ങൾ കേട്ടു ഞങ്ങൾ മടുത്തു നാഥാ. ദൈവത്തിന്റെ ശബ്ദവും ദൈവത്തിന്റെ പ്രവൃത്തിയും അവനിപ്പകൽ ഞങ്ങളുടെ മധ്യത്തിൽ വെളിപ്പെട്ടു വരേണ്ടതിന് ആത്മനാഥ ആ രൂപമായി തന്നെ ഇറങ്ങി വരണമേ. വചനത്തെ വാഴ്ത്തി ഞങ്ങൾക്ക് നൽകി തരണമേ. ഞങ്ങൾ തിന്ന് തൃപ്തി പ്രാപിക്കട്ടെ. ശേഷിച്ച കൊട്ടകൾ കൂടാരങ്ങളിലേക്ക് കൊണ്ടുപോകട്ടെ. നാളെയുടെ വരൾച്ചകളിൽ, തലമുറകളുടെ ദാരിദ്ര്യങ്ങളിൽ, ഭൂമിയുടെ ഇല്ലായ്മകളിൽ ഞങ്ങൾക്കത് ഉതകേണ്ടതിന് സ്വർഗം അതിനെ പകൽ വർദ്ധിപ്പിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്നത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് ഈ ലേഖനം എഴുതുവാനുള്ള സാഹചര്യം, കൊരിന്ത്യ ലേഖനം കൊരിന്ത്യ സഭ എന്ന് പറയുന്നത് അപ്പോസ്തല പ്രവൃത്തി 18-ാം അധ്യായത്തിന്റെ 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചു നോക്കിയാൽ നമുക്കറിയാം. അക്വിലാവും പ്രിസ്കില്ലായും കൊരിന്ത്യ ദേശത്ത് കൂടാരപ്പണി ചെയ്യുക എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഈ തടിപ്പണിയോ അല്ലെങ്കിൽ കല്ലുകൊണ്ടുള്ളതോ ആയ വീടുകൾ പണിയുന്ന, കൂടാരങ്ങൾ ചമയ്ക്കുന്ന കൂടാരപ്പണി, അല്ലെങ്കിൽ യേശുവിനെ നോക്കിയിട്ട് ഇവൻ തച്ചന്റെ മകനല്ലയോ എന്ന് പറഞ്ഞതുപോലെ തച്ചന്മാർ ചെയ്യുന്ന ജോലി ചെയ്യുന്ന അക്വിലാവും പ്രിസ്കില്ലായും അവര് കൊരിന്ത്യ ദേശത്ത് ഒരു വീടെടുത്ത് അവരിങ്ങനെ ഈ ജോലി ചെയ്ത് അതുകൊണ്ട്
കിട്ടുന്ന വരുമാനം കൊണ്ട് അവരവിടെ ജീവിച്ചു പോരുക. അങ്ങനെ ജീവിച്ചു പോരുന്ന സമയങ്ങളില് ദേശങ്ങൾ സുവിശേഷത്തിന് വളരെ പ്രതിസന്ധി ഉണ്ടായപ്പോൾ ചിലരിവിടെ വന്നപ്പോൾ ക്രിപ്പോസിൽ നിന്നും ചില പ്രതിസന്ധികൾ കടന്നു വന്നപ്പോൾ ഇവിടെ കടന്നു വന്ന ഈ കൊരിന്ത്യയിലുള്ള അക്വിലാവിനോടും പ്രിസ്കില്ലയോടും ഒരു പരിചയം ഉണ്ടാകുവാൻ പൗലോസിന് സംഗതി വന്നു. പൗലോസ് ഇവരോടുകൂടെ പൗലോസിനെ നമുക്കറിയാം. പൗലോസിന്റെ ഡബിൾ MA വിദ്യാഭ്യാസമുള്ളവനാണ്, 2 കപ്പലിന്റെ ഉടമയാണ്, സമ്പൽ സമൃദ്ധിയുള്ളവനാണ്, ജന്മനാ റോമൻ പൗരനാണ്. അപ്പൊ സാമ്പത്തിക മണ്ഡലം കൊണ്ടോ വിദ്യാഭ്യാസം കൊണ്ടോ അല്ലെങ്കിൽ കുലശ്രേഷ്ഠതകൾ കൊണ്ടോ കുടുംബ മഹിമകൾ കൊണ്ടോ കൂടാരപ്പണി ചെയ്യേണ്ടവനല്ല പൗലോസ്. പൗലോസിനും പൗലോസിന്റെ 4 തലമുറയ്ക്കുമുള്ളത് അപ്പനപ്പൂപ്പന്മാർ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ അകത്തു വ്യാപരിച്ച ആത്മസാന്നിധ്യം നമ്മൾ സമ്പന്നരാകേണ്ടതിന് തന്നെത്താൻ ദരിദ്രനായ ക്രിസ്തുവിന്റെ സ്നേഹം പൗലോസിന്റെ അകത്തളത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ ഭാഗ്യമായതിനെ ഉരിഞ്ഞു കളഞ്ഞിട്ട് ആന്തരികമായതിനെ ധരിച്ചപ്പോൾ ധരിക്കപ്പെട്ടവന് വ്യാപരിച്ച എളിയവനെ കുറിച്ചുള്ള നമ്പർ പൗലോസിന്റെ അകത്തളത്ത് പടർന്നിട്ട് പൗലോസ് ദേശങ്ങളിൽ നിന്ന് ദേശങ്ങളിലേക്ക്, പട്ടണങ്ങളിൽ നിന്ന് പട്ടണങ്ങളിലേക്ക്, രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്ക് സുവിശേഷത്തിന്റെ വക്താവായി കടന്നു പോകുകയാണ്. അങ്ങനെ വന്ന വഴിക്കാണ് കൊരിന്ത്യയിലും വരുന്നത്. കൊരിന്ത്യയിൽ വന്നപ്പോഴവിടെ മറ്റു മാർഗമൊന്നുമില്ല, ക്രൈസ്തവ സമൂഹമില്ല, സഹായത്തിന് ആരുമില്ല. ഇവിടെ ഇപ്പോൾ ശുശ്രൂഷിക്കുന്ന അഭിഷക്തന്റെ ജീവിതത്തിന്റെ ചാലുകൾ പോലെ കഴിഞ്ഞ നാളുകളിൽ പല മേഖലകളിലും കൈവച്ചിട്ട് അവിടെയൊക്കെയും പരാജയപ്പെടുത്തുവാൻ, കയ്യിലുള്ളതിനെ തുടച്ചു മാറ്റുവാൻ എന്തൊക്കെ മണ്ഡലങ്ങൾ പൊരുതിയെങ്കിൽ സംസാരിക്കുന്ന പരിശുദ്ധ ആത്മാവനെ അടയാളത്തിന് കാലിന്റെ തുണയുടെ ചെറു മസിലിനെ അകത്തളത്ത് നൊമ്പരം പോലെ കൊളുത്തി പിടിക്കുന്നത് പോലെ വേദനയിട്ട് പൊരുതുന്ന വ്യാപാര മണ്ഡലത്തെ അഭിഷക്തനെ അങ്ങയുടെ കൂടാരത്തിൽ നിന്ന് ആത്മാവിന് അഴിച്ചു മാറ്റാൻ പദ്ധതിയുണ്ട്. ഉടൽ പൗടനെ ജാത കൗടനെ അങ്ങനെ പൗലോസ് തന്റെ അകത്തളത്ത് വ്യാപരിക്കുന്ന ദൈവശക്തി ഇവിടെ ചെയ്തെടുക്കേണ്ടത് ആവശ്യമാകിയാൽ ഭാഗ്യമായതും കഴിഞ്ഞുപോയതും തന്റെ പിന്നാമ്പുറത്തുള്ളതിനെയൊക്കെ ഒന്ന് മറന്നെന്ന്, കഴിഞ്ഞു പോയതൊക്കെ ചിലവെന്ന് മറക്കണ്ടേ, പുതിയത് ചിലരുണ്ടെന്ന്, അതിന് ആരംഭം കുറിക്കുമെന്ന്, അത് ഉത്ഭവിച്ചു വരുമെന്ന്, അത് വെളിപ്പെട്ടു വരുമെന്ന്, അതിന് തടസ്സം നിൽക്കുന്നത് ദേശത്തിന്റെ അന്ധകാര മണ്ഡലങ്ങളാണെങ്കിലോ, ചില ജാതീയ പോരുകളാണെങ്കിലോ, ചില പൗരോഹിത്യ വെല്ലുവിളികളാണെങ്കിലോ, അതിന് മീതെ അതിനെ കീഴടക്കുവാൻ കഴിയുന്ന, അതിനെ പരാജയപ്പെടുത്തുവാൻ കഴിയുന്ന ഒരു ദൈവശക്തി അത്തരം ജീവ ടൗണറെ ദേശത്തിന് മേൽ വെളിപ്പെട്ടു വന്നിട്ട് ചിഹ്നം വിളിച്ചു നിൽക്കുന്നതിനെ ചിലതിനെ, ചിഹ്നം വിളിച്ചു നിൽക്കുന്നതിനെ ചിലതിനെ ഉറമനവരവോ ശൈലവരവരവ അടൽ പൗരവരവരവേ അമകൽ കൗരവേ ദേശത്ത വെല്ലുവിളിച്ചു നിൽക്കുന്നതിനെ, വാദഗതിയോട് നിൽക്കുന്നതിനെ, പൊരുതി നിൽക്കുന്നതിനെ പരാജയപ്പെടുത്തി മൂടൻ മഞ്ഞ് പോലെ പുക പടരം പോലെ പ്ലാസ്റ്റിക് പടുത വലിച്ചു കെട്ടിയതുപോലെ വാത് കെട്ടി നിൽക്കുന്നതിനെ ചിലതിനെ പരാജയപ്പെടുത്തുവാൻ ആത്മാവിന് പദ്ധതിയുണ്ട്. എന്നോട് ചേർന്ന് ഒരു നാഴിക നടക്കുവാൻ നിനക്ക് കഴിയുമോ? ഹാനോക്ക് 300 സംവത്സരം കൂടെ നടന്നു. തലമുറയുടെ തലമുറയും ദൈവിക നന്മകൾ അനുഭവിച്ചു. നമ്മൾ കൂടെ നടക്കുമ്പോൾ മറ്റുള്ളവർക്ക് പ്രയോജനമുണ്ടാകുന്നത് നമുക്കല്ല, നമുക്കുണ്ടാകും. എന്തുവാ? ഹാനോക്കിന്റെ കൂടെ നടക്കാൻ പതിവായി തമ്പുരാൻ സ്വർഗത്തിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരും, കൂടെ നടക്കും. തമ്പുരാൻ ഇറങ്ങി വരും,
ആമേൻ. ഇവരൊന്നെങ്കിൽ ആമേൻ നമ്മുടെ ഭാഷ പറഞ്ഞ ഒരു 4 മണി വാക്കിങ്ങിന് പോകും. അവര് പോയി അപ്പുറത്തെ ഇപ്പുറത്തെ കാര്യങ്ങൾ, ഹാനോക്കിന്റെ അയലോക്കത്തെ കാര്യങ്ങള്, പണിക്കാരുടെ കാര്യങ്ങള്, ഹാനോക്കിന്റെ കാര്യങ്ങൾ, ഭാവി കാര്യങ്ങൾ, വീട്ടിലെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യും. ഈ ഹാനോക്കിന്റെ കൂട്ടുകാരന് പറയാനുള്ളത് എന്നാണെന്നറിയാമോ? ആമേൻ. 10,000 സംവത്സരങ്ങൾക്ക് 1000 സംവത്സരങ്ങൾക്ക് അപ്പുറം ഭൂമിയിൽ നടക്കാൻ പോകുന്ന സംഭവങ്ങൾ, ആമേൻ, നോഹയുടെ കാലത്തെ പ്രളയം മുതല്, ആമേൻ, ക്രിസ്തുവിന്റെ, ആമേൻ, യേശുവിന്റെ ജനനവും, ആമേൻ, അവന്റെ 2ാം വരവും, ആമേൻ, ഭൂമിയിലുള്ള സഹസ്രകാല വാഴ്ചയും വിശുദ്ധന്മാർക്ക് ലഭിക്കപ്പെടുന്ന, ആമേൻ, അതിമഹത്വകരമായ ആത്മീയ അനുഭവങ്ങളും, അങ്ങനെ 300 വർഷം, ആമേൻ, എല്ലാ ദിവസവും 365 ദിവസം വെച്ച് ഒരു ദിവസം 2 മണിക്കൂർ വെച്ച് ഷെയർ ചെയ്യുകയാണെങ്കിൽ എന്തെല്ലാം പദ്ധതികൾ പങ്കുവെക്കാനുണ്ടെന്ന്. ഒരു ദിവസം അരമണിക്കൂർ ആത്മാർത്ഥമായിട്ടൊന്ന് കൂടെ നടന്നേ. എത്ര രഹസ്യങ്ങൾ അറിയാൻ പറ്റും, എത്ര രഹസ്യങ്ങൾ ചോർത്തിയെടുക്കാൻ പറ്റും. അതിനുള്ള കഴിവുണ്ടാകണം. സ്വർഗീയ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കാനുള്ള ഒരു കഴിവുണ്ടാകണം. ഇന്ത്യയുടെ പാകിസ്ഥാൻ ചാരന്മാരെ പോലെയല്ല. അവര് ചോർത്തിയെടുക്കുന്നത് ഇന്ത്യയെ തകർക്കുവാനാ. സ്വർഗത്തിന്റെ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കുന്നത് സ്വർഗത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി, അവിടുത്തെ രാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി, അവിടുത്തെ വിസ്താരതയ്ക്ക് വേണ്ടി, ആത്മാവിന്റെ തികവാർന്ന പദ്ധതികൾ ചെയ്തെടുക്കാനാ. ഇന്നും പലതവണ മറഞ്ഞു കിടക്കുന്നത് എന്തുകൊണ്ടാ? നീ കേറി വന്ന് ചോദിക്കാത്തത് കൊണ്ടാ. നിന്നോട് ചിലത് ഷെയർ ചെയ്യണമെന്ന് അപ്പൻ ആഗ്രഹമുണ്ട്. അമ്മേ, മകന് ഭരണം കൊടുക്കുന്നതിന് മുമ്പ് രാജാക്കന്മാർക്ക്, മക്കൾക്ക് ഭരണം കൊടുക്കുന്നതിന് മുൻപ് രാജാവ് രോഗശൈലിയിലാകുമ്പോൾ അവൻ രാജ്യത്തെ അവൻ കാര്യക്കാരനെ വിളിച്ച് അവൻ എന്ത് ചെയ്യാറുണ്ട്? അവൻ ചില കാര്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. മകനെ ചിലത് പറഞ്ഞ് ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിക്കാറുണ്ട്. നാളെയുടെ കാലങ്ങളിൽ അവൻ ഈ ഭൂമിയെ ഭരിക്കണ്ട. ഇന്നിന്റെ അന്ധകാര മണ്ഡലങ്ങളെ, ഇന്നിന്റെ പൈശാചിക കോട്ടകളെ, ഇരുളിന്റെ വ്യാപാര മണ്ഡലങ്ങളുടെ അഗ്നിക്കിരയാക്കുവാൻ ദൈവം പദ്ധതിയിട്ടിരിക്കുമ്പോൾ വാഴ്ച നടത്തുവാൻ, അധികാരം നടത്തുവാൻ നിയോഗിക്കപ്പെട്ട ദൈവ പൈതലേ, ഭരണതന്ത്രങ്ങൾ അറിയണ്ടേ? ഭരണത്തിന്റെ രഹസ്യങ്ങൾ അറിയണ്ടേ? സ്വർഗീയ ചിട്ടകൾ അറിയണ്ടേ? സ്വർഗീയ പ്രമാണങ്ങൾ അറിയണ്ടേ? നീ ഇരുമ്പ് കോൽ കൊണ്ട് ഇവരെ ഭരിക്കേണ്ടതല്ലേ? നീ ഇരുമ്പ് കോൽ കൊണ്ട് ഇവരെ ഭരിക്കേണ്ടതല്ലേ? അവിടെ എനിക്കത് ചിട്ടകളുണ്ടെന്ന്, അവിടെ എനിക്കത് പ്രമാണങ്ങളുണ്ടെന്ന്, അത് നിനക്ക് കൈമാറുവാൻ, അത് നിന്നെ പഠിപ്പിക്കുവാൻ. വാ, എന്റെ അരികിലേക്ക് വാ, നമുക്ക് ചിലത് സംസാരിക്കാം. അമ്മേ, എന്റെ സന്തോഷങ്ങൾ, എനിക്ക് ലഭിക്കുന്ന സന്തോഷങ്ങൾ, എനിക്ക് കിട്ടുന്ന നന്മകൾ, എന്നെ മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കപ്പെടുന്ന അവൻ പ്രത്യേക അനുഭവങ്ങൾ എന്റെ ഭർത്താവിനോട് പറയുമ്പോൾ, ഞങ്ങൾ ഒന്നിച്ച് സന്തോഷിക്കുമ്പോൾ അതെനിക്കൊരു കുളിർമയാ, അതെനിക്കൊരു ജീവനാ, അവൻ അതെനിക്ക് ഉന്മേഷമാ. നിന്റെ ഭർത്താവാകുന്നു നിന്റെ കർത്താവ്. ആമേൻ. അവനോട് സംസാരിക്കുവാൻ, അവനുമായി ഹൃദയം പങ്കുവയ്ക്കുവാൻ, സുഖമാകട്ടെ ദുഃഖമാകട്ടെ, രോഗമാകട്ടെ അനാരോഗ്യമാകട്ടെ, നിന്ദയാകട്ടെ അംഗീകാരമാകട്ടെ, അവനുമായി പങ്കുവയ്ക്കുവാൻ സമയം ചിലവഴിക്കണം. അതാണ് അപ്പൻ ആഗ്രഹിക്കുന്നത്. അമ്മേ, ഞാൻ അങ്ങനെ അങ്ങ് പോയല്ലോ. അവൻ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ ദേശത്തേക്ക് വരികയാ. അമ്മേ, ഇവിടെ വന്നിട്ട് അവൻ ഈ ജീവിതത്തിന്റെ എല്ലാ സുഖങ്ങളും ഒഴിവാക്കിയിട്ട് അവൻ പൗലോസ് കൊരിന്ത്യ ദേശത്ത് വന്ന് കൂടാരപ്പണി ചെയ്യുകയാ. അവൻ താമസിക്കുന്നത് അക്കൊല്ലാവും പ്രിസ്കില്ലായും എടുത്ത വീടിനകത്താ. അവൻ ഏറ്റവും വായിക്കും, ഭയപ്പെടണ്ട, ചൂടമാനവും ശാന്തര, ഭ്രമിച്ചു നോക്കണ്ട, ഉടവാ, നെഞ്ചിടിച്ചു കയറുന്നത് പോലെ
തിരമാല കണക്കെ ഒന്ന് മാറി ചില പ്രതിസന്ധികൾ ജീവിത പടകിന് നേരെ ആഞ്ഞു വീശുന്നുണ്ടെങ്കിൽ കുഞ്ഞെ വിളിച്ചവൻ വിശ്വസ്തൻ, വഴിയിലിട്ടിട്ട് പോകുന്നവനല്ല. ഒരു 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പ്രായത്തിൽ വളരെ ഒറ്റപ്പെടലുകളും കയ്പുകളും അനുഭവിച്ചു. അമ്മേ, നിനക്ക് ആരെയും സ്നേഹിച്ചാൽ നിഷ്കളങ്കമായി സ്നേഹിക്കുന്ന ഒരു സ്വഭാവമാണ്. പക്ഷെ നിന്നോട് ഇടപെടുന്നവരൊക്കെ മാറി നിന്ന് പാര വെക്കുന്നത്, മാറി നിന്ന് ഒറ്റപ്പെടുത്തുന്നത് ആത്മാവ് കാണുന്ന കുഞ്ഞെ. മാറി അനുഭവിക്കുന്നത് ഞെരുക്കങ്ങൾ, ഉദമനപരമ ഉദരം പെരുത്തു വരുന്നത് പോലെ, ഗ്യാസ് കയറി വരുന്നത് പോലെ, ശരീരത്തെ അസ്വസ്ഥതപ്പെടുത്തുന്നതിന് മേഖലകൾ ശാരീരിക മണ്ഡലത്തിന് മേൽ, ശരീരത്തിന്റെ പുറത്ത് അവൻ പരത്തി വെച്ചതുപോലെ അവൻ പെടലിയുടെ ഒരു ജോയിന്റ് അവൻ അസ്ഥിയുടെ ഓടി ചേർന്ന് അവൻ കശേരി വലിച്ചെടുക്കുന്നത് പോലെ, ഉടക്കു സൂചിയിട്ട് കൊളുത്തി വടിക്കുന്നത് പോലെ നിന്റെ കൂടാരത്തോട് ബന്ധപ്പെട്ട ശാരീരിക അസ്വസ്ഥത അനുഭവിക്കുന്ന വ്യക്തി ഉണ്ടെങ്കിൽ ഈ സംസാരിക്കുന്ന പരിശുദ്ധാത്മാവാ. ഉടമാനവും ശന്തര കുഞ്ഞെ, നിന്നെ എനിക്ക് ആവശ്യമാണ്. ഉടമ, നിന്റെ ഹൃദയം എനിക്ക് താ. ഉടമനവനവും ഷൈഡന ഉടൽ പൗഡബലബലബലവും ഷൈഡന. 2 പ്രാവശ്യം മരണത്തിന്റെ കെണിയിൽ ഞാൻ വിടുവിച്ചില്ലേ? പതിയിരിപ്പുകാരൻ അനർത്ഥം വരുത്തുവാൻ പതിയിരുന്നപ്പോൾ പ്രിയമെന്ന് തോന്നിയതും ചുറ്റുവട്ടത്തുള്ളതും പ്രതികൂലമായപ്പോൾ കരുതിയ വിധം മറക്കരുത്. ആത്മാവ് ചിലതിനെ അഴിച്ചിട്ട് ചില വാതിലുകൾ തുറന്ന് പുറത്തു കൊണ്ടുവരുവാ. എന്റെ മുഖം എടുത്ത് എന്നോട് പഠിക്കുമെങ്കിൽ ഞാൻ നിന്നെ ക്രിസ്തുവിനെ വായിക്കുന്ന ഒരു പത്രമാക്കി മാറ്റി. ക്രിസ്തുവിനെ ചിലർക്ക് കാണുവാൻ കണ്ണാടിയിൽ എന്നതുപോലെ ക്രിസ്തുവിന്റെ മുഖം കാണുവാൻ, ചില പദ്ധതികൾ കാണിക്കുവാൻ, വെളിപ്പെടുത്തുവാൻ ആത്മാവിന് നിന്നെ ആവശ്യമാണ്. ഉടപരമ ചുറ്റുവട്ടത്തിൽ ഞെരിക്കുന്ന, പരാജയപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന, പദ്ധതികളെ കെടുത്തി കളയുന്ന, തല വരണ്ടൊണങ്ങുന്നത് പോലെ, ചെവിക്കകത്ത് കടിച്ച് പറിക്കുന്നത് പോലെ അസ്വസ്ഥതയിടുന്ന ചില ഇരുളിന്റെ മണ്ഡലങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. ആമേൻ. മടങ്ങി വരാം. ആമേൻ. പൗലോസ് അങ്ങനെ കൊരിന്ത്യയിൽ അസ്കുല്ലാവിനോടും പ്രിസ്കില്ലയോടും ചേർന്ന് ആമേൻ എന്ത് ചെയ്യുക? കൂടാരപ്പണി ചെയ്തിട്ട് കിട്ടുന്ന പൈസയൊക്കെ കൊണ്ട് കർത്താവിന്റെ മഹത്വകരമായ വേല അവിടെ ചെയ്യുക. ഇതിങ്ങനെ ചെയ്തു പോരുന്ന അവസരത്തിൽ അവിടെ എബ്രായരും യവനരുമാണ് കൂടുതലായിട്ടുള്ളത്. അപ്പൊ പൗലോസ് എബ്രായരോട് തർക്കിച്ചു. യവനര് പൗലോസിന്റെ വചനങ്ങൾ കേട്ട് അംഗീകരിച്ചു, ക്രിസ്തുവിന്റെ മാർഗത്തിലേക്ക് വഴിമാറുന്നു. എബ്രായരും യവനരും ദൈവസന്നിധി വന്നു, ദൈവത്തെ ആരാധിക്കാൻ, സേവിക്കാൻ തുടങ്ങി. സഭ വളർന്നു. അപ്പം പൗലോസ്, നമുക്കറിയാം, അവൻ തീമോത്തിയോസ് എന്ന് പറയുന്നത് പൗലോസിന്റെ നിജപുത്രനാണ്. എന്ന് പറഞ്ഞാൽ അപ്പനും അമ്മയും, അല്ലെങ്കിൽ അപ്പൻ യവനനായതുകൊണ്ട് അമ്മ യഹൂദ സ്ത്രീ, എബ്രായ സ്ത്രീ ആയതുകൊണ്ട് ലോബീസിലും യുനീക്കയിലും കണ്ട വിശ്വാസം ഇവരിലും കണ്ട്, ഇവന്റെ സുവിശേഷീകരണത്തിന്റെ തീഷ്ണത കണ്ട് ഇവനെ പൗലോസ് കൂടെ കൂട്ടിയപ്പോൾ, ഇവൻ പല പട്ടണങ്ങൾ സുവിശേഷമായി കടന്നുപോയപ്പോൾ, ഇവൻ ആ ജാതിക്കാരനല്ലേ, ഇവന്റെ അപ്പൻ ഇവനല്ലേ എന്ന് ചോദിച്ച് പലരും മാറ്റി നിർത്തിയപ്പോൾ നെഞ്ചു പിടയുന്ന നൊമ്പരത്തോട് പൗലോസ് ഇവനെ കൊണ്ടുപോയി ആമൻ സ്വോത്രം പരിച്ഛേദന കഴിപ്പിച്ച് അവനെ എബ്രായനാക്കി മാറ്റി. അപ്പൊ പൗലോസിന്റെ നിജപുത്രനാണ് തീമോത്തിയോസ്. തീമോത്തിയോസിനും ശീലാസിനും പൗലോസ് എബ്രായരോടും യവനരോടും തർക്കിക്കുന്നതും വചനത്തിന്റെ കൽപ്പനകൾ പറയുന്നതും ഇഷ്ടപ്പെട്ടില്ല. അവര് പൗലോസിനോട് ഉടക്കി.
ഉടക്കിയപ്പോൾ പൗലോസിന് വളരെ പ്രയാസം തോന്നി. പൗലോസ് തന്റെ വസ്ത്രം അഴിച്ചു കുടഞ്ഞ് ആ വസ്ത്രമെടുത്ത് അവരോട് പറഞ്ഞു, ഞാൻ ഈ മാർഗത്തിനു വേണ്ടി ദൈവത്താൽ ഇറങ്ങപ്പെട്ടതെങ്കിൽ നിങ്ങൾ പറയുന്നത് പോലെയല്ല, ഞാൻ സകല ജാതികളോടും സുവിശേഷം പറയും. ജാതികളുടെ അപ്പോസ്തലനായി എന്നെ ഇവിടെ നിയോഗിച്ചാക്കിയെങ്കിൽ ഞാനിവിടെ ഈ പട്ടണത്തിൽ ഇത് ചെയ്യുക തന്നെ ചെയ്യും. അങ്ങനെ പറഞ്ഞ് നേടി അവരോട് പോലും തർക്കിച്ച് നേടി. സ്തോത്രം. നമുക്കറിയാം യൂസ്തോസിന്റെ വീട് പള്ളിയോട് ചേർന്നാണ്. അവിടെയൊക്കെ അങ്ങനെ കൂട്ടായ്മ നടത്തി സഭ വളർന്നു. പൗലോസ് അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ സഭയ്ക്കകത്ത് എബ്രായര് പെരുകി, യവനര് പെരുകി. അപ്പൊ യവനർക്ക് അവരുടെ ചില ആചാരപ്രകാരമുള്ള ഒരു ക്രിസ്തീയ ജീവിതം നടന്നു പോകണം. എബ്രായർക്ക് അവരുടെ പഴക്കത്തിലുള്ള അവരുടെ പ്രമാണം, അവരുടെ ജീവിത ശൈലിക്ക് അനുസരിച്ചുള്ള സഭ മുൻപോട്ട് പോകണം. സഭയ്ക്കകത്ത് ഈ രണ്ട് കൂട്ടരുടെയും വാദപ്രതിവാദം ഒരു ഉൾപോര് പല സഭകൾക്കകത്തുമുള്ളതുപോലെ ചില ഉൾപോരുകളുണ്ടല്ലോ. ഞാൻ പണ്ടതായിരുന്നു, എന്റെ രീതി ഇങ്ങനെയാണ്. ഞാൻ പണ്ടിതായിരുന്നു, എന്റെ രീതി ഇങ്ങനെയാണ്. ഇങ്ങനെ പോകുന്ന സമയത്ത് ഈ വിവരം പൗലോസിന്റെ കാതുകളിലെത്തി. പൗലോസിനെ അറിയിച്ചപ്പോൾ പൗലോസ് ഇവർക്ക് അയച്ച കത്താണ് 1 കൊരിന്ത്യർ ലേഖനം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വേണ്ടി വേറെ ആരും മരിച്ചില്ലല്ലോ. നിങ്ങൾക്ക് വേണ്ടി മരിച്ചത് ക്രിസ്തുവല്ലേ. പിന്നെ നിങ്ങൾ എന്തിനാ കേഫാവിന്റെ പക്ഷക്കാരൻ, പൗലോസിന്റെ പക്ഷക്കാരൻ, അങ്ങനെ ഇന്നാരുടെ ക്രിസ്തുവിന്റെ പക്ഷക്കാരൻ എന്ന് പറഞ്ഞ് പക്ഷം പിടിക്കുന്നത്? ആരും നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടില്ലല്ലോ. നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടത് ക്രിസ്തു മാത്രമല്ലേ ഉള്ളൂ. ആ ക്രിസ്തുവിനെ ഞാൻ പ്രസംഗിച്ചപ്പോൾ എന്റെ പ്രസംഗത്തിന്റെ ഭോഷത്വത്താലല്ലേ? അല്ലെങ്കിൽ ഞാൻ പ്രസംഗിച്ച പ്രസംഗം എന്ന് പറയുന്നത് ഈ എബ്രായർ പഠിച്ച തത്വ സംഗതികളോ ലോകശാസ്ത്രങ്ങളോ സാഹിത്യ സംസ്കൃതികളോ ചേർത്തതല്ലല്ലോ. ഞാൻ പ്രസംഗിച്ചത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ മാത്രമല്ലേ. അതുകൊണ്ട് ആ മാർഗത്തിനല്ലാതെ മറ്റൊന്ന് ഉൾക്കൊള്ളരുതെന്ന് പറഞ്ഞ എഴുതിയ ഒരു ലേഖനമാണ് ആ ലേഖനത്തിന്റെ 1-ാം അധ്യായം എന്ന് പറയുന്നത്. അതിന്റെ 2-ാം അധ്യായത്തിന്റെ ആരംഭം എന്ന് പറയുന്നത് ദൈവിക ജ്ഞാനം നിങ്ങൾക്ക് വേണം. ആ ജ്ഞാനത്തിനല്ലാതെ നിങ്ങളെ ഒന്നും ഗ്രഹിപ്പിക്കാൻ പറ്റത്തില്ല. മാനുഷിക അറിവുകള് നിങ്ങളെ പരാജയപ്പെടുത്തും. പ്രസംഗം തുടങ്ങുകയാ, അതിന്റെ മുഖവര ഇങ്ങനെയാ: ദൈവിക ജ്ഞാനം നിങ്ങൾ പ്രാപിക്കണം, ദൈവിക അറിവ് പ്രാപിക്കണം. മാനുഷിക അറിവുകൾക്ക് നിങ്ങൾക്കൊന്നും തരാൻ പറ്റത്തില്ല. ഇത് കണ്ടോ? ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്നത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. ആമേൻ. പൗലോസ് പറയുക, ദൈവമല്ലേ, യേശുവല്ലേ തന്നെ നിങ്ങളെ സ്നേഹിച്ചത്. അതുകൊണ്ട് അവനല്ലേ നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടത്. അവനല്ലേ കാൽവറിയിൽ തന്റെ രക്തം മുഴുവൻ ചൊരിഞ്ഞത്. അവനല്ലേ ഈ 80 കിലോ ഭാരമുള്ള പച്ചപ്പൈൻ മരക്കുരിശുമായി യെരൂശലേമിന്റെ തെരുവീതികളിലൂടെ വീണ്ടും എഴുന്നേറ്റും യാത്ര ചെയ്തത് ക്രിസ്തുവല്ലേ. ആ സ്നേഹം ഒന്ന് ചിന്തിച്ചേ. അതവിടെ നിൽക്കട്ടെ. ദൈവം വാക്യം ആരും വായിച്ചു കേട്ടായിരുന്നോ? ബൈബിള് തുറക്കാതെ ആർക്കേലും അറിയാവോ? ദൈവം ബൈബിള് തുറക്കാതെ എന്ന് പറയാവോ? ദൈവം തന്നെ. അമ്മേൻ. സിസ്റ്ററെ നോക്കിയിട്ട് ഞാൻ ഇവരോട് പറയുക, ദൈവം അല്ലെങ്കിൽ നിങ്ങൾ ആ സിസ്റ്ററെ പറഞ്ഞ മനസ്സിലായോ? ഇവിടെ നിൽക്കുന്നത് പൗലോസ് ചൂണ്ടിക്കാണിക്കുക, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക്. ഇതിനകത്ത് നിങ്ങൾ എത്ര പേരുണ്ടെന്ന് പരിശുദ്ധാത്മാവിന് പദ്ധതി നോക്കാനില്ല. പരിശുദ്ധാത്മാവിന് വചനത്തിന് ചോദിക്കാനുള്ളത് ഇതിനകത്ത് ദൈവത്തെ സ്നേഹിക്കുന്ന നിനക്ക് വേണ്ടി മാത്രം. നിന്നെ ഒരാളെ പരിശുദ്ധാത്മാവ് പ്രതീക്ഷിക്കുന്നുള്ളൂ. ഇവരെല്ലാം സ്നേഹിക്കാതിരിക്കുകയോ ആത്മാവിന് വിഷയമല്ല. ദൈവം പറയുക, ദൈവം തന്നെ സ്നേഹിക്കുന്ന നിനക്ക്, നീ എന്ന വ്യക്തിക്ക് സ്നേഹിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന
നീ എന്ന വ്യക്തിക്ക് ദൈവം തന്നെ സ്നേഹിക്കുന്ന, ആമേൻ, ദൈവത്തെ സ്നേഹിക്കുന്ന, ആമേൻ, 2 പേരെ വേഗം ഞാൻ പരിചയപ്പെടുത്താം. ആദ്യം ദൈവം സ്നേഹിക്കുന്ന ഒരാളെ പരിചയപ്പെടുത്താം. ആമേൻ, സ്തോത്രം. ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 1 ദിനവൃത്താന്തം 4:9. ആമേൻ, ഒന്ന് ജസ്റ്റ് ഒന്ന് വായിക്കാമോ? തന്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. അത് വചനം പറയുന്ന കേട്ടോ. ആമേൻ. എബേസ് തന്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. ആരും എവിടെ പറയുന്ന? തിരുവചനത്തിനകത്ത് പറയുന്നതാ. പക്ഷെ എബേസിന്റെ ചരിത്രം എനിക്കറിയാവുന്നത് ഞാൻ പറയാം, നിങ്ങളതൊന്ന് വായിച്ചു നോക്കണമേ. അവൻ എബേസിന്റെ ചരിത്രം ഇങ്ങനെയാ. എബേസിന്റെ അമ്മ അവനെ വേദനയോടെ പ്രസവിച്ചുവെന്ന് പറഞ്ഞ് അവന് യബേസ് എന്ന് പേരിട്ടു. അമ്മ എങ്ങനെയാ അവനെ പ്രസവിച്ചേ? വേദനയോടെ. അവനിട്ട ആ പേരിന്റെ അർത്ഥം എന്തുവാ? വ്യസനപുത്രൻ, വേദനിപ്പിക്കുന്നവൻ. അമ്മ അവനിട്ട പേരാണ് യബേസ്. ആമേൻ. നിങ്ങളുടെ പാസ്റ്റർ മുമ്പ് നിങ്ങളോട് പറഞ്ഞല്ലോ, ആമേൻ, ഇന്നത്തെ ദിവസം സന്തോഷമാ, ഇന്നത്തെ ദിവസം സന്തോഷമാ. പാസ്റ്റർ 3 പ്രാവശ്യം പറഞ്ഞു. 3ാമത്തെ പ്രാവശ്യം പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞു, ഇന്നത്തെ ദിവസം യേശുവിനാൽ നമുക്ക് സന്തോഷമാ. അങ്ങനല്ലേ പാസ്റ്റർ പറഞ്ഞേ? അമ്മേ. അപ്പൊ പാസ്റ്റർ അത് പറഞ്ഞ എന്തിനാണെന്നറിയാമോ? നിങ്ങളുടെ അകത്തേക്ക് യേശുവിലൂടെയുള്ള സന്തോഷത്തെ നിങ്ങളുടെ ഉള്ളിലേക്ക് പാസ്റ്റർ പകരുക. ആമേൻ. ആ വാക്കിലൂടെ ആ ഫീലിംഗ് നമ്മളിലേക്ക് വ്യാപരിപ്പിക്കുകയാണ്. ആമേൻ. എബേസ് രാവിലെ എഴുന്നേറ്റ് വരിക. കുഞ്ഞായിരുന്നു പോട്ടെ. ആമേൻ. ഇപ്പൊ രാവിലെ എബേസ് എഴുന്നേറ്റ് വരിക. ഉടനെ അമ്മ വിളിക്കാം, എബേസേ. അവിടുന്ന് അങ്ങോട്ട് ചെന്ന് അപ്പുറത്തോട്ട് ചെന്നപ്പോഴത്തേക്കും ചേട്ടൻ വിളിക്കാം, എബേസേ. ഇപ്പുറത്ത് വന്നപ്പോ സഹോദരി വിളിക്കാം, എബേസേ. കാണുന്നവരെല്ലാം നേരം വെളുക്കുമ്പോ മുതല് രാത്രി ഉറങ്ങുന്നവരെ വ്യസനിപ്പിക്കുന്നവനെ, വേദനിപ്പിക്കുന്നവനെ, ദുഃഖിപ്പിക്കുന്നവനെ, കഷ്ടപ്പെടുത്തുന്നവനെ. ആമേൻ. ആ മനുഷ്യന്റെ അകത്തളത്ത് വ്യാപരിച്ച ആ ഫീലിങ്, ആമേൻ, ആ കഷ്ടതയുടെ ആഴങ്ങൾ ഓർത്തു നോക്കിയേ. ദൈവത്തോട് പറയാ, ദൈവമേ, ഈ അനർത്ഥം എനിക്ക് വ്യസന കാരണമാക്കാതെ എന്നെ ഒന്ന് വിടുവിക്കണമേ. നിന്റെ ചുറ്റുപാടുകള്, നിന്റെ പരിസരങ്ങള്, അവനെ വൈറ്റ് ഷോളിട്ട സിസ്റ്റർ അവൻ ചിലത് അടക്കം പറയുന്നുണ്ട്. അടകൽ കൗടരുകെ നിന്റെ കൂടാരത്തോട് ബന്ധപ്പെട്ട് ഇസ്നോപീലിയയുടെ പോലെ അസ്വസ്ഥത, അലർജി അനുഭവിക്കുന്ന, നിറുക പൊരിച്ചല്, വിട്ടുമാറാത്ത ജലദോഷത്തിന്റെ വൈഷമ്യങ്ങൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിയുണ്ടെങ്കിൽ അതത്രേ ആത്മാവത്രേ സംസാരിക്കുന്ന അടയാള്. കുഞ്ഞ്, നീ കടന്നുപോയ വേദനകൾ, ഒറ്റപ്പെടലുകൾ, നന്മയെന്ന് പ്രതീക്ഷിച്ച് നീ ചേർത്ത് നിർത്തിയതും ചേർന്ന് വന്നതുമൊക്കെ തിന്മയല്ലായിരുന്നു. ഈ പകൽ സംസാരിക്കുന്ന പരിശുദ്ധ ആത്മാവെന്ന അടയാളത്തിന് ശാരീരിക മണ്ഡലത്തിൽ, ആത്മീക മണ്ഡലത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു ദൈവിക വിടുതൽ വ്യാപരിക്കട്ട. നടുവിന് അമേ കണ്ണി അകലുന്നത് പോലെ, നടുവിന്റെ ജോയിന്റ് വലിച്ചു മാറ്റുന്നത് പോലെ ഒരു അസ്വസ്ഥത ഇട്ടുകൊണ്ട് കൈയുടെ വിരലിനകത്തൂടെ, കൈക്കകത്തുകൂടെ, ചെറുമസിലിനകത്തൂടെ ഞരമ്പ് വലിച്ചു പിടിക്കുന്നത് പോലെ, വാദത്തിന്റെ പോലെ അസ്വസ്ഥത ഇട്ടുകൊണ്ട് പൊഴിഞ്ഞു നിൽക്കുന്ന രോഗത്തിന്റെ വ്യാപാര മണ്ഡലങ്ങളെ കൂടാര വളപ്പിൽ നിന്ന് സ്വർഗത്തിന്, ഭൂമിക്ക് നാഥനായ നസ്രയനായ യേശുവിന്റെ നാമത്തിൽ ദൈവാത്മാവ് ഈ പകൽ പൊട്ടിച്ചെറിയട്ടെ.
പ്രാർത്ഥിക്കുമ്പോൾ ഏകാഗ്രത പ്രാപിക്കുവാൻ കഴിയാതെ ചില വായ്ത്തത്വങ്ങളുണ്ട്, അത് മുൻപിൽ വെച്ചിട്ടുണ്ട്. പക്ഷെ അതിലേക്ക് കാല് വയ്ക്കുവാൻ കഴിയാതെ, അതിനെ പിടിച്ചെടുക്കുവാൻ കഴിയാതെ, നിനക്കും വായ്ത്തത്വങ്ങൾക്കും മധ്യത്തില് ഒരു മതിൽ കെട്ടുണ്ടാക്കിയെങ്കിൽ ഈ ദൈവാത്മാവ് പറയാ, ദൈവിക പദ്ധതികൾക്ക് വിപരീതമായി നിൽക്കുന്നതിനെ ചിലതിനെ ആരാധന കൊണ്ട് ഇടിച്ചു മാറ്റാൻ ചൂടമാനവശന്തര. ഞാൻ നിന്നെ അനാഥയായി വിടത്തില്ല, ഞാൻ നിന്നെ ഏകാകിയായി തള്ളിക്കളയത്തില്ല. ശന്തര ചില കാര്യങ്ങൾ ദൈവസഭയിൽ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അമ്മേ, അവൻ ചില വ്യക്തി ജീവിതങ്ങൾക്ക് വേണ്ടി അവരുടെ വിടുതല് അമ്മേ. എങ്കിലോ അകത്തളത്ത് പലപ്പോഴും ഉയർന്നു വരുന്ന ഒരു സംശയത്തിന്റെ ചിന്ത, അത് നടക്കുമോ നടക്കത്തില്ലയോ, ചില ചോദ്യങ്ങളെ പരിശുദ്ധാത്മാവ് ഈ പകൽ പറയുക, ചോദ്യചിഹ്നം വളഞ്ഞു നിൽക്കുന്നതെങ്കിൽ ഞാൻ നിന്നെ ഒരു ആൻസറായി, ഞാൻ നിന്നെ ഒരു ഉത്തരമായി നിവരെ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. ഒന്ന് ഏൽപ്പിക്കാമോ? കൂടാരത്തിനകത്ത് അവകാശമായത് പ്രാർത്ഥിക്കുന്നതിന് രണ്ടാമത്തെ വിഷയത്തിന്റെ മേൽ ഒരു വിടുതല്, ആ മേഖലയുടെ മേൽ ഒരു ദോശ മറിച്ചിട്ടതുപോലെ ഒരു വെള്ളത്തിനകത്ത് അവൻ കളർ ഉള്ള സാധനം ലയിപ്പിക്കുമ്പോൾ ആ വെള്ളത്തിന്റെ കളർ മാറുന്നത് പോലെ ആ മേഖലയ്ക്ക് ഒരു മാറ്റം വരുത്തി, ക്യാരക്ടറിന് മാറ്റം വരുത്തി, അവസ്ഥകൾക്ക് മാറ്റം വരുത്തി. നിന്റെ ആ നെടുവീർപ്പിനെ ഈ പകല് ആത്മാവ് ഒപ്പിയെടുക്കണ്ട. വിശ്വസിച്ചുകൊണ്ടാൽ ഏറ്റെടുത്താൽ ഇത് വിടുതലിന്റെ പകല. അമേൻ. സമയം അതിവേഗം കടന്നു പോകുന്നല്ലോ. അവൻ അങ്ങനെ അക്വിലാവിനോട് പ്രിസ്കില്ലയോടും ചേർന്ന് അവൻ നേടിയെടുത്ത സഭയുടെ തകർച്ചയെ കുറിച്ച് അറിഞ്ഞപ്പോൾ പൗലോസ് പറയുക, ആമേൻ, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്നത്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്നത്. എബേസിനെ ഞാൻ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. എബേസിനെ ഞാൻ ഒരിക്കൽ കൂടി വരച്ച് കാണിക്കാം. എബേസ് വ്യസനപുത്രൻ. അവനെ കാണുന്നവരെല്ലാം വിളിക്കുന്നത് വ്യസനപുത്ര. അമ്മ അവനിട്ടത് വേദനിപ്പിക്കുന്നവൻ. പക്ഷേ തിരുവചനം പറയുക, എബേസ് തന്റെ സഹോദരന്മാരെക്കാൾ, എബേസ് തന്റെ സഹോദരന്മാരെക്കാൾ വായിച്ചോ, മാന്യനായിരുന്നു. എന്നെ ചുറ്റുവട്ടത്തുള്ളവർ എന്തും പറയട്ടെ, എന്റെ മാതാപിതാക്കൾ എന്തും പറയട്ടെ, സഹോദരങ്ങൾ എന്തും പറയട്ടെ, എന്റെ ദൈവം എന്നെ കുറിച്ച് പറയുന്നത് എന്താ? ഞാൻ മാന്യനാ. നീ ആരാണെന്ന്, ദൈവം നിന്നെ എങ്ങനെയാ കാണുന്നതെന്ന് ഈ പകൽ ഒരു ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ നീ ചോദിക്കുന്നതിന്, നീ അപേക്ഷിക്കുന്നതിന് ദൈവം നിനക്ക് തരുമെന്ന്. ഇതാ ദൈവത്തിന്റെ സ്നേഹം, ഇതാ ദൈവത്തിന്റെ സ്നേഹം. ആമേൻ. ദൈവത്തെ സ്നേഹിക്കുന്നവൻ. ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം എടുത്താട്ടെ. ഇതിന്റെ 15 തൊട്ടുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം, എളുപ്പം. ആമേൻ. യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നു. അവൻ യേശു ചോദിക്കുക, നീ എന്നെ സ്നേഹിക്കുന്നു? അമ്മേ, അമ്മേ. അവരൊക്കെ വെറുത്ത എബേസിനെ ദൈവം സ്നേഹിച്ചപ്പോൾ ദൈവം എബേസിനെ നോക്കി പറയുക, മാന്യൻ. ആമേൻ. ഇവിടെ ബെറിയോനായ സീമോനോട് അവൻ മീൻ പിടിച്ചതിന് വല നന്നാക്കിക്കൊണ്ട് പടകിലായിരുന്നപ്പോൾ പടകിന്റെ ഓരം ചേർന്ന് വന്നിട്ട് ബെറിയോനായ സീമോനെ, യോഹന്നാന്റെ മകനായ സീമോനെ എന്ന് പറഞ്ഞ് പേര് വിളിച്ച് പ്രവചിച്ച യേശു പ്രവചിച്ച് കൂടെ കൂട്ടിയ ഒരു ശിഷ്യന പത്രോസ്.
ആമേൻ. ആ ശിഷ്യൻ യേശുവിന്റെ കൂടെ നടന്നു. യേശുവിനെ നോക്കി അച്ഛൻ പറഞ്ഞു, അവൻ യേശുവിന്റെ ക്രൂശീകരണത്തെ കുറിച്ച്, മരിച്ച് സ്വർഗാരോഹണം ചെയ്ത് പരിശുദ്ധാത്മാവിനെ നമുക്ക് അയക്കുന്നതിനെ കുറിച്ച് 12 ശിഷ്യന്മാരോട് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ആമേൻ പത്രോസ് പറഞ്ഞു, അപ്പാ നിനക്കങ്ങനെ ഭവിക്കരുതേ, ഗുരുവേ അങ്ങയ്ക്കങ്ങനെ ഭവിക്കരുതേ, നാഥാ ഞങ്ങളെ വിട്ടുപോകരുതേ, ആമേൻ നമ്മൾ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞ് പറ്റിക്കൂടി നിന്ന ശീമോൻ ക്രൂശീകരണത്തിന് കൊണ്ടുപോകുമ്പോൾ ആമേൻ ആമേൻ 2 കരങ്ങൾ ബന്ധിക്കപ്പെട്ടവനെ പോലെ ചാട്ടവാറുകൾ കൊണ്ട് അടിയേറ്റ് ശരീരം മുഴുവൻ ഉഴവ് ചാടി പോലെ കീറി ആമേൻ മുറിയപ്പെട്ട വ്രണങ്ങൾ, ആമേൻ മുറിപ്പാടുകളിൽ നിന്ന് ഒഴുകപ്പെടുന്ന രക്തത്തിന്റെ വഴിപ്പാടുകളിലൂടെ ആത്മനാഥൻ കടന്നു പോകുമ്പോൾ ആ രക്തപാതയെ നോക്കിയിട്ട് ആ തിരുമുഖത്തേക്ക് നോക്കി പറയുക, ഇവനെ ഞാൻ അറിയുന്നില്ല. ആമേൻ. രക്തപാതയാണ്. ആമേൻ. നടന്നു പോകുന്ന ആത്മനാഥൻ പോകുന്ന വഴിയോരോ ആമേൻ രക്തം കൊണ്ട് ചൊരിയപ്പെട്ട പാതയിലൂടെ ഒഴുകപ്പെടുന്ന രക്തത്തിന്റെ തിരുമുറിപ്പാടിലേക്ക് നോക്കി മുൾക്കിരീടധാരിയായ പ്രേമനാഥന്റെ പൊന്മുഖത്ത് നോക്കി പത്രോസ് പറയുക, ഇവനെ ഞാൻ അറിയുന്നില്ല. ജീവിതത്തിന്റെ കഷ്ടതകൾ വന്നപ്പോൾ, വേദനകൾ വന്നപ്പോൾ, നെടുവീർപ്പുകൾ വന്നപ്പോൾ, സാഹചര്യം അല്പം അയഞ്ഞു പോയെങ്കിൽ, അല്പം പിന്മാറിപ്പോയെങ്കിൽ ഈ പകൽ ആത്മനാഥൻ പറയുക, ഞാൻ നിന്നെ എന്നേക്കുമായി തള്ളിക്കളയത്തില്ല. സാഹചര്യവശാൽ വന്ന ബലഹീനതകൾ, സാഹചര്യവശാൽ വന്ന കുറവുകൾ, സാഹചര്യവശാൽ വന്ന പിന്മാറ്റങ്ങൾ ക്ഷമിക്കുന്നവനാ ഞാൻ. കൂടവൽ കൗടവല വരവേ ചില കുറവുകളെ ക്ഷമിച്ചിട്ട് അവൻ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് അവൻ പടകിലേറി വല വീശാൻ പോയി. താൻ മാത്രമല്ല പോയത്, ആമേൻ കൂടെ ഉണ്ടായിരുന്ന ആമേൻ അതിന്റെ 1-ാം വാക്യം 2-ാം വാക്യം ഒക്കെ വായിക്കുമ്പോഴറിയാം. അവൻ 2-3 പേരോട് പറഞ്ഞു, ഞാന് പടകും വലയൊക്കെ എടുത്ത് പോവുക, ഇനി മീൻ പിടിക്കാൻ, എനിക്ക് ജീവിക്കണ്ടേ. ആമേൻ. അങ്ങനെ പോയി രാത്രി മുഴുവൻ വീശിയിട്ട് ഒന്നും കിട്ടിയില്ല. ഒന്നും കിട്ടാതിരുന്നപ്പോഴത്തേക്കിനും അക്കരെ ഒരു ആൾരൂപം കണ്ടു. ആ ആൾരൂപം കണ്ടപ്പോൾ അടുത്തു വരുന്ന ശബ്ദം, ആമേൻ മീൻ വല്ലതും കിട്ടിയോ? ഇല്ല. ആമേൻ. വലത്തോട്ട് മാറ്റി പടകം ഇറക്ക്. രാത്രി അതിനു മുമ്പ് മുഴുവൻ വീശിട്ടൊന്നും കിട്ടിയില്ല. എങ്കിലും നിന്റെ വാക്കിന് നീ പറഞ്ഞതല്ലേ, ഞങ്ങൾ തിരിച്ചു പോകുമല്ലേ, ഒന്ന് ഇറക്കിയേക്കാവെന്ന് പറഞ്ഞു. വലയിറക്കി 153 പെരുത്ത മീൻ ഒരു വലയ്ക്കകത്ത് തന്നെ കേറത്തക്കവണ്ണം, പല പടകുകൾ നിറയത്തക്കവണ്ണം. അപ്പം എല്ലാ പടകിലൂടെ എന്തായാലും കിട്ടിയെന്ന് ചിന്തിക്കണം. ആമേ ഇത്രയും മീൻ വല കീറുമാറാൻ, പടക് നിറയുമാറാൻ, ആമൻ വലിയ മീനുമായി ആമൻ കരക്കടുക്കുന്നതിന് മുമ്പ് യേശു സ്നേഹിച്ച ശിഷ്യൻ, ആമേൻ ആ ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കണം. യേശു സ്നേഹിച്ച ശിഷ്യൻ. ആ എഴുത്തുകാരൻ തന്നെ കുറിച്ച് പറയുക, യേശു സ്നേഹം, ദൈവം സ്നേഹിക്കും. ആമേൻ ആമേൻ സ്തോത്രം. ഈ പത്രോസിനോട് ചോദിക്കുക, ആമേൻ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നു. ഈ യേശു സ്നേഹിക്കുന്ന ശിഷ്യൻ പറഞ്ഞു, ഇത് ഗുരുവാ. ആമേൻ നമ്മുടെ അരിമനാഥനാ. അന്നേരമാണ് പത്രോസിന് മനസ്സിലായത്, ഒരിക്കൽ തള്ളിപ്പറഞ്ഞപ്പോൾ, ഒരിക്കൽ ഉപേക്ഷിച്ചപ്പോൾ, അവൻ ഒരിക്കൽ അവനെ അറിയുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ, അവൻ പാപക്കറ മാറ്റി യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധ കുഞ്ഞ്, തേജസ്സിന്റെ വസ്ത്രം എവിടെയെങ്കിലും നഷ്ടപ്പെട്ടെങ്കിൽ, നീ നഗ്നനെന്ന് നിനക്കത് നഷ്ടപ്പെട്ടെന്ന് സമ്മതിച്ച മടക്കി തരുന്ന ഒരു നിന്റെ അരികിലുണ്ട്. നഗ്നനെന്നറിഞ്ഞുകൊണ്ട് അവൻ തന്റെ കയ്യിലുണ്ടായിരുന്ന അവനെ കച്ചയെടുത്തെടുത്തിട്ട് എടുത്തു ചാടി, വെള്ളത്തിലോട്ട് ചാടി. ആമേൻ കടലോളത്തിലോട്ട് ചാടി. എല്ലാരും ആ പടകൊക്കെ വലിച്ച് കഷ്ടപ്പെട്ട് വലിയ പടകും ചെറിയ പടകുകളും ഒക്കെ കരയ്ക്കടുപ്പിച്ചു. വലിയ പടകിനകത്ത് വലയെടുത്ത് മീൻ എണ്ണി നോക്കിയപ്പം ഒരെണ്ണത്തിനകത്ത് 153 ഉണ്ട്. ആത്മനാഥൻ ചോദിച്ചു, ഇപ്പൊ പിടിച്ചത് വല്ലതും ഉണ്ടോ എന്നൊക്കെ അവരോട് ചോദിച്ചിട്ട് അവര് വരുമ്പോൾ അവർക്ക് മീനൊക്കെ കനലിൽ ചുട്ടി വെച്ചിരിക്കുക. അതവർ കഴിക്കാനായിട്ട് തുടങ്ങുമ്പം പത്രോസ്
അങ്ങനെ ഒരു നോട്ടം പത്രോസ് നോക്കിയപ്പോൾ അരിമനാഥൻ പത്രോസിനോട് ചോദിക്കുക, ബെറിയോനായ ശിമോനേ, ആമേൻ, അയൽവക്കക്കാരെക്കാൾ അധികമായി, ചാർച്ചക്കാരെക്കാൾ അധികമായി, പരിചിതരെക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു. ആമേൻ. കുഞ്ഞേ, നിന്നെ സ്നേഹിക്കാൻ പലരുമുണ്ട്. ഈ യോഹന്നാൻ നിന്നോട് പറഞ്ഞില്ലേ ഞാനാണെന്ന്? നീ വെള്ളത്തിൽ എടുത്തു ചാടിയില്ലേ? പല സാഹചര്യങ്ങള് പഴിച്ചു പറയുന്നതല്ലേ, നിന്ദിക്കുന്നതല്ലേ? ഇവരൊക്കെ കഷ്ടതയില് നമ്മളെ മറക്കുന്നവരാണ്. നമ്മുടെ വേദനയിൽ സഹായിക്കാൻ ഇവരാരും കാണത്തില്ലെന്ന്, നമ്മുടെ നെടുവീർപ്പുകളില് നമ്മൾ ഒറ്റയ്ക്കാണെന്ന് അവരെ നോക്കി നിൽക്കാതെ സീമോനെ ഈ പകൽ വചനം ചോദിക്കുന്നു, നീ എന്നെ സ്നേഹിക്കുന്നു. യേശു ഇപ്പം നിങ്ങളോട്, അമേൻ, ഞാൻ പറയട്ടെ, ഇതെന്റെ വായിൽ കൂടെ പറയിക്കുന്നതേ ഉള്ളൂ, വചനത്തിൽ നിങ്ങളോട് പറയാനുള്ളതാ. അമ്മേ, ഇവരിലധികമാണ്, ഇവരിലധികമാണ്, ഈ ഇരിക്കുന്ന മറ്റുള്ളവരിൽ അധികമാണ്, 11 ശിഷ്യന്മാരിൽ അധികമാണ്, നിന്റെ അപ്പനിൽ അധികമാണ്, നിന്റെ ഭാര്യയിൽ അധികമാണ്, നിന്റെ ചാച്ചക്കാരിൽ അധികമാണ് നീ എന്നെ സ്നേഹിക്കുന്നു. ജീവിതത്തിന്റെ വഴിമുട്ടലുകൾ വന്നിട്ടുണ്ടാവാം, ജീവിതത്തിൽ ഞെരുക്കങ്ങൾ വന്നിട്ടുണ്ടാകാം, ചില കയ്പിന്റെ അനുഭവങ്ങൾ വന്നിട്ടുണ്ടാകാം. അവൻ കൂടോടെ വീടോടെ പറിച്ചു കളയുവാൻ ചില മന്ത്രവാദ പോരുകള്, അവൻ കൂടാര വളപ്പിന് നേരെ സാമ്പത്തിക വെല്ലുവിളികള്, മാനസിക പിരിമുറുക്കങ്ങള്, അവൻ കലിപ്പുകള്, അവൻ കായിക ബലത്തിന്റെ അവൻ ദാർഢ്യതകള് കൂടാര വളപ്പിന് മുഴങ്ങുന്നുണ്ടെങ്കില് ഈ പകൽ ആത്മാവ് പറയുക, ചിലതിനെ പരാജയപ്പെടുത്തി, ചിലതിനെ കീഴടക്കി, ചിലതിനെ തകർത്ത് എനിക്ക് നിന്നെ എന്റെ നോക്കുക, നിന്നെ എനിക്ക് എന്റേതായിട്ട് ആവശ്യമാണെന്ന് ഇവരിലധികമായി, ഇവരിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? ശീമോനെ, ശീമോനെ, നീ കൂടെ നടന്നതാ, നീ അപ്പം തിന്നതാ, നീ പലതും കണ്ടതാ, പക്ഷേ മറ്റുള്ളവരുടെ മുമ്പിൽ നീ തള്ളിപ്പറഞ്ഞ് വഴിമാറിപ്പോയില്ലേ? ഞാൻ ക്ഷമിച്ചേ, ഞാൻ അവനെ ക്ഷമിച്ചു. ഈ പകൽ ഞാൻ ചോദിക്കുകയാ, നീ എന്നെ സ്നേഹിക്കുന്നോ? ഒരു പ്രാവശ്യം കൂടെ, ഒരു പ്രാവശ്യം കൂടെ നീ ഇവരിലധികമായി കർത്താവേ, അമ്പട കള്ള, നിന്നെ എനിക്ക് നന്നായിട്ട് അറിയാം. ഇപ്പൊ നീ നഗ്നനാന്ന് പറഞ്ഞ് വെള്ളത്തിൽ ചാടിയിട്ട് ഞാൻ നിന്നെ ചേർത്തപ്പോ തന്ന വസ്ത്രം തള്ളിക്കളഞ്ഞിട്ട് ഒരു ബാല്യക്കാരുത്തിയുടെ മുൻപിൽ എന്നെ തള്ളിപ്പറഞ്ഞിട്ട് ഇതൊന്നും ഞാൻ അറിയാതിരിക്കുകയാണോ? ഇപ്പം കർത്താവേ, സീമോനെ, നീ എന്നെ സ്നേഹിക്കുന്നു. കർത്താവേ, എനിക്ക് അങ്ങോട്ട് പ്രിയമുണ്ട്. പോരെന്ന് ബെറിയോനായ സീമോനെ, നീ എന്നെ സ്നേഹിക്കുന്നു. ഗുരുവേ, അങ്ങ് അറിയുന്നല്ലോ വന്നുപോയ തെറ്റുകൾ, വന്നുപോയ ബലഹീനതകൾ, വന്നുപോയ അവിശ്വസ്തതകൾ, വന്നുപോയ നന്ദികേടുകൾ അങ്ങേക്ക് എന്നെ അറിയാമല്ലോ. പക്ഷെ എനിക്ക് പ്രിയമാണെന്നേ, എനിക്ക് നിലനിൽക്കാൻ പറ്റാത്തതാ, ഞാൻ ഇടറിപ്പോകുന്നതാ, എനിക്ക് ഒത്തിരി ആഗ്രഹമുള്ളതാ. മാറോട് പറ്റി നിൽക്കാം, ആ സ്നേഹം തുകരാ, അങ്ങിൽ നിന്ന് പ്രാപിക്കാം, അങ്ങേ വിട്ടിടവാതിരിക്കാം. എനിക്ക്
എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങക്ക് എല്ലാം അറിയാലോ, പറ്റിപ്പോയേ. അരിമനാഥൻ പറയുക, എന്റെ ആടുകളെ മേയ്ക്ക. നിന്റെ സ്ഥിതി മാറിയെന്ന്. ഇനി നീ പടവ് വേണ്ടെന്ന്. ഇനി നിനക്ക് വല വേണ്ടെന്ന്. ഇനി നിനക്ക് മറ്റൊന്നും വേണ്ടെന്ന്. നിന്നെ ഞാൻ എനിക്ക് പകരക്കാരനാക്കുക. ഓ, എന്റെ കുഞ്ഞാടുകളെ മേയ്ക്ക. ഓ, ഇടറിപ്പോയത് ക്ഷമിക്കുന്നവൻ, ബലഹീനത വന്നത് ക്ഷമിക്കുന്നവൻ, അവിശ്വസത വന്നത് ക്ഷമിക്കുന്നവൻ ഈ പകല് പറയുകയാ, ഞാൻ നിന്നെ ചില ഉത്തരവാദിത്തങ്ങളെ ഏൽപ്പിക്കുമെന്ന്. നഷ്ടപ്പെടുമെന്ന് ചിന്തിക്കുന്നത്, ദേശത്തുനിന്ന് പറിച്ചു കളയുമെന്ന് പലവട്ടം പ്രതിയോഗി വാദിച്ചെങ്കിൽ, ദേശത്ത് നിലനിൽക്കുവാൻ കഴിയാതവണ് അസ്വസ്ഥതകൾ അനുഭവിക്കുന്നെങ്കിൽ, ഈ പകൽ ആത്മാവ് വചനത്തിന്റെ ഭാഷയിൽ, അധികാരത്തിന്റെ ഭാഷയിൽ, ആത്മാവിന്റെ ഭാഷയിൽ പറയട്ടെ, ഞാൻ ഇനി അവിടെ ഉറപ്പിക്കും. യേശു സ്നേഹിച്ചാൽ കുറവുകൾ ക്ഷമിക്കും. യേശു സ്നേഹിച്ചാൽ ബലഹീനതകൾ ക്ഷമിക്കും. നമ്മളുടെ തെറ്റ് സംഭവിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് പറഞ്ഞില്ലെങ്കിൽ, ആരേലും പറഞ്ഞറിഞ്ഞാൽ, നമ്മുടെ ഭാര്യയുടെ സ്വഭാവം വീട്ടിലോട്ട് വരണം. അറിയണമെങ്കിൽ ആയുഷ്കാലം കിടക്കപ്രതിയുണ്ടോ? നമ്മുടെ ഭർത്താവ് നമുക്കൊരു തെറ്റ് സംഭവിച്ചു, നമുക്കൊരു കൈമോശം സംഭവിച്ചു, എന്തെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാൽ, ഓ, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ, നീ അത് നശിപ്പിച്ചു. മരിച്ചാലും അതിന് കണക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ കണക്ക് പറയാതെ ക്ഷമിച്ച ആമേൻ, വീണ്ടും അതിലും ശ്രേഷ്ഠമായതിന് നമ്മളെ പരമേൽപ്പിക്കുന്ന ബലഹീനതകള് ഏറ്റുപറഞ്ഞില്ലെങ്കിലും ചൂണ്ടിക്കാണിക്കുമ്പോൾ മടങ്ങി വരുവാൻ, മാനസാന്തരപ്പെടുവാൻ മനസ്സുണ്ടെങ്കിൽ ചിലത് ഏൽപ്പിക്കുന്ന ഒരുവൻ. അമ്മേ, അതാണ് യേശുവിന്റെ സ്നേഹം. അതാണ് യേശുവിന്റെ സ്നേഹം. ആ സ്നേഹം ഈ പകൽ ചോദിക്കുകയാ, കുഞ്ഞേ മടങ്ങി വരാ, കുഞ്ഞേ മടങ്ങി വരാ. സഹോദര, മാതാവേ, പിതാവേ, സഹോദരി, കുഞ്ഞുങ്ങളെ മടങ്ങി വരാ. ഇവരിലധികമായി എന്നെ സ്നേഹിക്കാൻ, ഇവരിലധികമായി. ഇവരെന്നുദ്ദേശിക്കുന്നത് നിനക്ക് ഭൂമിയിലുള്ള നിയമബന്ധങ്ങളും രക്തബന്ധങ്ങളും നാമബന്ധങ്ങളും സ്നേഹബന്ധങ്ങളും പ്രേമബന്ധങ്ങളും സകല ബന്ധങ്ങളിലും അധികമായി എന്നെ സ്നേഹിക്കാൻ. ഈ ഭൂമിയിലുള്ള സകല ബന്ധങ്ങളിലും അധികമായി, സകല സ്നേഹങ്ങളിലും അധികമായി എന്നെ സ്നേഹിപ്പാൻ നിനക്ക് മനസ്സുണ്ടോ? ആ സ്നേഹത്തിന്റെ പേരാ നിന്റെ സ്നേഹം. ആമേ, 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 ആമേ. നിങ്ങൾ ശിമോനെ പോലെ യേശുവിനെ സ്നേഹിക്കുമോ? ആമേ, ആമേ. ഇവരിലധികമാ എന്നെ സ്നേഹിക്കുന്നുവോ? ഒരു തീരുമാനമെടുത്താട്ട്, ഒരു തീരുമാനമെടുത്താട്ട്. നമ്മൾ അറിയാത്ത ചില മേഖലകളിൽ നമുക്ക് വിടുതൽ തരാൻ. സോറി പാസ്റ്ററെ, ഞാൻ അവിടുന്ന് മാറാൻ ഒത്തിരി ശ്രമിക്കുന്നുണ്ട്. അമ്മ, നിങ്ങളുടെ സമയം പോയെന്ന് ചിന്തിക്കരുത്. ദൈവം അനുവദിച്ചാൽ ഇനി ഒരിക്കൽ വന്ന് അമ്മൻ നമുക്ക് മുൻപോട്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അർദ്ധന ജീവന ഇന്ന് പരിശുദ്ധാത്മാവിനെ അങ്ങോട്ട് തന്നെ തള്ളി 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 വിടുന്നു. ഞാൻ ആത്മാവിന്റെ കൂടെ പോട്ടെ. നിങ്ങളുടെ ഒരു സെക്കൻഡ് പോലും എന്റെ അപ്പന് ചുമ്മാ വേണ്ട. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവിടെ ജോലി ചെയ്താൽ വിശ്വസ്തയോടെ ചെയ്യണം. എന്നാന്നറിയാമോ? ബാഹ്യമായ ജോലിയും വസ്ത്രധാരണവും ആരാധനയുടെ അല്ലെങ്കിൽ ആരവാരവും അത് ബാഹ്യ പ്രകടനത്തിലല്ല അവൻ പ്രസാദിക്കുന്നത്. അവൻ ഇറങ്ങി വരുന്നത് അകത്തോട്ട്, അവൻ നോക്കുന്നത് അകവാ. അവിടെയാ മറുപടി, അതിനാ കൂലി. ആമേൻ.
മുമ്പേ പാസ്റ്റർ പറഞ്ഞതുപോലെ, പാസ്റ്റർ പറഞ്ഞെന്നാ എനിക്ക് തോന്നുന്നേ. ആമേൻ, സ്തോത്രം. എന്തുവാ, വെള്ളത്തിൽ കൂട്ടത്തിൽ പാട്ടും വെള്ളത്തിൽ പൂട്ടും. ഞാൻ ഇവിടെ ഇരുന്ന് അന്നേരം പാസ്റ്റർ പറഞ്ഞു, നിങ്ങൾക്ക് ഇവിടെ ഇരുന്നുണ്ട് വേറെ സ്ഥലത്ത് പോകാമെന്ന്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരുന്നിപ്പം സിസ്റ്റർ ഒരു ഉദാഹരണം പറയുന്നതേ ഉള്ളൂ, സോറി കേട്ടോ. ഒരു പച്ച ചുരിദാറും വെള്ള ഷാളും ഒക്കെ ഇട്ട്, ആമേൻ, പൗഡറും ഒക്കെ ഇട്ട്, മുടിയൊക്കെ ചീനി ബൈബിളുമായിട്ട് വന്നിരുന്ന ഇവിടെ ഇരുന്ന് കൈയടിക്കാം. ആമേൻ. യോ, ഗ്യാസ് നിർത്തിയായിരുന്നു. അയ്യോ, അത് അടുക്കി പിടിച്ചു പോകുവോ? കോഴിക്കോട് അടച്ചോ? കൊച്ചിന് വണ്ടി കിട്ടിയോ? അച്ഛൻ എപ്പോഴാ വിളിക്കുന്നേ? അയ്യോ, ചോറ് ചൂടാക്കിയില്ലല്ലോ. അതിനൊന്നും കൂലിയില്ല. അത് അവിടെ ചെയ്യുമ്പോ കിട്ടും. ഇതുകൊണ്ട് രണ്ടും നടക്കത്തില്ല. അതുകൊണ്ട് അവിടുന്ന് അടിയും കിട്ടും, ഇവിടുന്ന് കൂലിയും കിട്ടത്തില്ല. ആമേൻ, ആമേൻ. ഇരിക്കുന്ന ഒരു നിമിഷം മതി. ആമേൻ, 1 മണിക്കൂറൊന്നും വേണ്ടെന്ന് ഏലിയ ഒറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ചുള്ളൂ. ആമേൻ. അസേനയുടെയും ബാലിനെയും പ്രവാചകന്മാർ 800ഓളം പേര് ഒരുമിച്ച് മണിക്കൂറുകൾ ആരാധിച്ചിട്ട് ഇറങ്ങി വരാത്തത് ഏലിയാവ് അബ്രഹാമിനെയും ഇസഹാക്കിനെയും യാക്കോബിനെയും ദൈവമേ, ഞാൻ അങ്ങേ സേവിക്കുന്നതാ ഈ ജനമറിയേണ്ടത്. ലാസറിനെ നോക്കിയിട്ട് യേശു പറയുക, കല്ലറവാതിൽക്കുന്ന ലാസറിനെ കുറിച്ച് ഓർത്തിട്ട് യേശു പറയുക, പിതാവേ, അങ്ങനെ അയച്ചു വന്ന് ഈ ജനമറിയേണ്ടതിന് മതിയെന്നേ. ഒരു വാക്ക്, ഒരു നിമിഷം വിശ്വസ്തയോടെ 8 മണിക്കൂർ, 13 മണിക്കൂർ, 40 മണിക്കൂർ, 50 മണിക്കൂർ ഉപവസിക്കുന്നവരുണ്ടെന്ന്, പ്രാർത്ഥിക്കുന്നവരുണ്ടെന്ന്. അവരവിടെ നിൽക്കട്ടെ, അവര് ശ്രേഷ്ഠന്മാരുടെ ഗണത്തിൽപ്പെട്ടതാ. നമ്മൾ അശുക്കൾ, നമ്മൾ ബലഹീന, നമ്മൾ അശക്ത. 24 മണിക്കൂറിനോടിടയ്ക്ക് 1 മണിക്കൂർ, അരമണിക്കൂർ വിശ്വസ്തയോടെ ഈ പകൽ തീരുമാനിക്കുക. ആമേൻ. ഒരു 3-4 ദിവസം മുമ്പ് ദൈവാത്മാവ് എന്നെ ഗ്രഹിപ്പിച്ച് എനിക്ക് തന്നതായിരിക്കാം. ഞാനതങ്ങ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുക. ചിലപ്പോ അതെനിക്ക് മാത്രമായിരിക്കും പ്രയോജനപ്പെടുന്നെങ്കിലും ഞാനങ്ങ് പറയുക. ആമേൻ. ദൈവത്തിന് ചില കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്, നമുക്ക് വേണ്ടി ചെയ്യണമെന്നുണ്ട്. അത് പക്ഷെ ചെയ്യാൻ നമ്മളെ ഉപയോഗിക്കും. നമ്മൾ അത് ചെയ്താൽ അത് വിജയിപ്പിക്കും. അവിടെയാ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഉപയോഗിക്കാൻ നമ്മൾ ആ കാര്യം ചെയ്താലേ ദൈവത്തിന്റെ മഹത്വം അവിടെ വെളിപ്പെടത്തുള്ളൂ. നമ്മൾ ചിലത് ചെയ്യാത്തത് കൊണ്ടാ ചില മേഖലകൾ ദൈവിക മഹത്വം വെളിപ്പെടാത്തത്. ആരാധനയിൽ, പ്രാർത്ഥനയിൽ, സ്തുതിയിൽ നസ്രയനായ യേശുവിന്റെ സാന്നിധ്യത്തെ നമുക്ക് വേണ്ടി കടലിന്റെ മീതെ നടന്നു വരുവാൻ കഴിയുന്ന യേശു എന്ന് പറഞ്ഞാൽ ആരാണെന്ന് അറിയാമോ? മുക്കിക്കളയുന്ന കടലോളത്തെ എന്ന് പറഞ്ഞാൽ നമ്മളെ മറിച്ചിട്ട് ഒഴുക്കിക്കൊണ്ടു പോകാവുന്ന പ്രശ്നമില്ലേ, ആ പ്രശ്നത്തിന്റെ മീതെ നമ്മളെ നടത്തും. നമ്മൾ ആ തിരമാലെ, ആ പ്രശ്നത്തെ നമ്മൾ ചവിട്ടി നമ്മുടെ കാൽ കീഴാക്കും. ആമേ. അതാ യേശു. യേശുവിന്റെ ശക്തി നമ്മളിൽ വ്യാപരിച്ചാൽ കഴിഞ്ഞ നാളുകളിൽ അധ്വാനിച്ചിട്ട്, ആമേൻ, രാത്രി മുഴുവൻ അധ്വാനിച്ചതാ അല്ലേ അവര് പറയുന്നത്. ശീമോൻ പറയുന്നത് രാത്രി മുഴുവൻ അധ്വാനിച്ചു. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഈ ലോക വാഴുതി, സ്വർഗീയ തേജസ് കാണുവാൻ കഴിയാതെ അന്ധകാര മണ്ഡലങ്ങൾ, ഈ ലോകത്തിന്റെ അന്ധകാര ശക്തി ജനത്തിന്റെ കണ്ണ് കുരുട്ടാക്കിയിരിക്കുന്ന ഈ അന്ധകാര മണ്ഡലത്തിൽ, ഈ കൂരിരുട്ടിൽ നമ്മൾ അധ്വാനിച്ചിട്ട്, പ്രിയരെ, നിങ്ങളോട് ബന്ധപ്പെട്ട ഒരു പോയിന്റ് തന്നെ കേട്ടോ. ഇതിനെ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കരുത് കേട്ടോ. ആ ഒരു കൂടാരത്തോട് ബന്ധപ്പെട്ട് മാത്രമാ. ആ രാത്രി മുഴുവൻ നമ്മൾ അധ്വാനിച്ചിട്ട് നമുക്കൊന്നും കാണാൻ കഴിയുന്നില്ല, നമ്മുടെ പടകിലൊന്നും കേറുന്നില്ല, നമ്മുടെ വല ശൂന്യമാ. ആമേ. യേശു വന്നാലുണ്ടല്ലോ, ഇന്നലെ വരെ വീശിയ പടക് വല മതിയെന്ന്, ഇന്നലെ വരെ യാത്ര ചെയ്ത പടക് മതിയെന്ന്, പുതിയ പടക് വേണ്ട, പുതിയ വല വേണ്ട. പക്ഷെ ഈ വല നിറയ്ക്കാൻ, ഈ പടക് നിറയ്ക്കാൻ ആത്മനാഥൻ യേശു വന്നാൽ പടക് നിറയും. യേശു വന്നാൽ വല നിറയും. യേശു വന്നാൽ നിന്ന മാറും. യേശു വന്നാൽ നഗ്നത മാറും. ഇനി നമ്മുടെ കുറവുകള്,
ഇനി നമ്മുടെ ശാരീരിക അവസ്ഥകള്, ഇനി നമ്മുടെ മാനസിക അവസ്ഥകള് വേറെ ആരും ചൂണ്ടിക്കാണിക്കത്തില്ല, അതാരും വിളിച്ചു പറയത്തില്ല, അവർക്കത് കാണാൻ പറ്റത്തില്ലല്ലോ. ആമേൻ. തേജോമയന്റെ തേജസ് നമ്മൾ ധരിക്കുകയല്ലേ. നമ്മുടെ ശാരീരിക മേഖലകൾ വിടുതൽ. ആമേൻ. ഞാൻ അനുഗ്രഹം പ്രസംഗിച്ചിട്ട് പോയി എന്ന് പറയരുത്. ആ കൂടാരത്തോട് ബന്ധപ്പെട്ട് ദൈവാത്മാവ് തരുന്ന ആലോചനയാ, എഴുതി കുത്തി പഠിച്ചു പറഞ്ഞതല്ല കേട്ടോ. ഇവിടെ വന്ന് നിൽക്കുമ്പം ആത്മാവ് തരുന്നത് ആ റൂട്ടിന് ഞാൻ പോകുന്നതാ. ആമേ. പരിശുദ്ധാത്മാവ് പറയുക, ഭൗതിക മണ്ഡലത്തിൽ, ശാരീരിക മണ്ഡലത്തിൽ, ആമൻ, ചുറ്റുപാടിന്റെ മേഖലകളിൽ ഒരു വിടുതല തരാ, ഒരു വിടുതല തരാ. എന്റെ യേശുവിന് നിന്റെ പടവിനെ മാറ്റ്. യേശു സ്നേഹിച്ച നമ്മൾ സ്നേഹിച്ചാൽ എന്തുണ്ടാവും? പടക് നിറയും. നമ്മൾ സ്നേഹിച്ചാൽ വല നിറയും. നമ്മൾ സ്നേഹിച്ചാൽ കഴിഞ്ഞ നാളുകളിലെ കുറവുകൾ ക്ഷമിക്കും. എത്ര പേർക്ക് മനസ്സാ? നിങ്ങളുടെ പേര് എനിക്ക് അറിയത്തില്ലാത്തത് കൊണ്ട് ഞാൻ നിങ്ങളോട് എല്ലാവരോടും ചോദിക്കും. എല്ലാരും ശീമോനെ നേടുക. ഓരോരുത്തരും യേശുവിനോട് പറഞ്ഞ് ശീമോനെ നിയമിക്കാൻ ഈ പകൽ ചോദിക്കുക, ബെറിയോനായ ശീമോനെ, ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? എനിക്ക് നിങ്ങളുടെ പേരറിയാമായിരുന്നുവെങ്കിൽ ഞാൻ പേര് പറഞ്ഞ് ചോദിച്ചേനെ. അവൻ പേരറിയാൻ മേലാത്തത് കൊണ്ട് ചോദിക്കുക, ബെറിയോനായ ശീമോനെ, ഇവരിലധികമായി. അമ്മേ, പടക് നിറച്ചു കൊടുത്തിട്ടാ, വല നിറച്ചു കൊടുത്തിട്ടാ. അമ്മേ, അമ്മേൻ, അതവിടെ കിടപ്പുണ്ട്, അതവിടെ കിടപ്പുണ്ട്. അവരിലധികമായി സ്നേഹിക്കുന്നോ? ഒരു തീരുമാനമെടുക്ക. നീ എന്റെ ആടുകളെ മേയ്ക്ക, എന്റെ കുഞ്ഞാടുകളെ മേയ്ക്ക. ഈ പകൽ ആത്മാവ് പറയുക, ഇനി നിന്റെ ഉത്തരവാദിത്വം മാറുമെന്ന്, ഇനി നിന്റെ സ്ഥിതി മാറുമെന്ന്, ഇനി നിന്റെ റൂട്ട് മാറുമെന്ന്, ഇനി നിന്റെ ജീവിത ശൈലികൾ മാറുമെന്ന്. മീനെ പിടിച്ച് മുക്കുവന്റെ മണവും പിടിച്ച് പടകിനകത്ത് കടന്ന് രാത്രി ഉറങ്ങാതെ അധ്വാനിക്കുന്നതിന്റെ അവസ്ഥ ഞാൻ മാറ്റാമെന്ന്. ആടുകളോടൊരുമിച്ച് പാല് കുടിച്ച് മേച്ചൽപ്പുറങ്ങൾ തേടി പഴവർഗ്ഗങ്ങൾ അനുഭവിച്ച് അവൻ ഒഴുക്കുനീറ്റിൽ അഴുക്കില്ല ശുദ്ധജലം കുടിച്ച് ഒരു നല്ല ജീവിതം നയിക്കാൻ ആത്മാവിന് നിന്റെ നിലവാരം മാറ്റാൻ, നിന്റെ തലം മാറ്റാൻ, നിന്റെ അവസ്ഥ മാറ്റാൻ. രാത്രി മുഴുവൻ മീൻ പിടിച്ച് കടലോളങ്ങളിലെ മസ്താമൻ വെള്ളമടിച്ചു കയറി ദുർഗന്ധം വമിക്കുന്ന വസ്ത്രവുമായി മറ്റുള്ളവരുടെ മുൻപിൽ നിൽക്കാതെ എന്റെ ആടുകളെ, എന്റെ കുഞ്ഞാടുകളെ മേയ്ക്കാൻ അവരോടൊരുമിച്ച് യഹോവയുടെ ഇടയനാകുന്നു. ആമേ. യഹോവയുടെ ഇടയനാകുന്നു. അത് കഴിഞ്ഞ അടുത്ത വാക്യം അത് ഉറക്കെ പറ. പച്ചയായ പുൽപ്പുറങ്ങളിൽ, ആമേൻ, സമാധാനമുള്ള നീരിനുറവിനരികെ എന്റെ പ്രിയൻ എന്നെ നടത്തുന്നു. ആമേൻ. അവന്റെ വടിയും അവന്റെ കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. ആമേൻ. ചിലരെ ആശ്വസിപ്പിക്കാൻ ഒരു ഇടയന് പറ്റും. ഇടയന്റെ കയ്യിൽ വടിയുണ്ട്. ആമേൻ. ചിലതിനെ ചേർത്ത് നടത്താൻ പറ്റും. ചെതറിനിക്കുന്നതിനെ, അകന്നു നിൽക്കുന്നതിനെ, ഒറ്റപ്പെടുത്തുന്നതിനെ, കുറ്റം പറയുന്നതിനെ, ആമേൻ, മുഖം കാണിക്കുമ്പോൾ മുഖം മറിച്ചു പോകുന്നതിനെ, വേദന പറയുമ്പോൾ പരിഹസിക്കുന്നതിനെ ചേർത്ത് നിർത്താൻ ഇതുവരെ നിനക്ക് എത്തിപ്പിടിക്കാൻ കഴിയാവുന്നതിനെ ചിലതിനെ, ചില തളിരിലകള്, നീ തിന്നിട്ടില്ലാത്ത തളിരിലകള് ഒടിച്ചെടുക്കുവാൻ കോലുണ്ടെന്നിടയന്റെ കയ്യിൽ. ആമേ.
നീ എന്റെ ആടുകളെ മേയിച്ചാൽ, നീ ഒരു ഇടയനാണെങ്കിൽ ആർക്കും എത്തിപ്പിടിക്കാൻ കഴിയാത്തതിൽ ഓടിച്ചെടുക്കുവാൻ നിനക്ക് ഞാൻ കോല് തരാമെന്ന്. അവൻ അകന്നുപോയതിനെ ചിലതിനെ ചേർത്ത് നിർത്തുവാ ഞാൻ നിനക്ക് വടി തരാമെന്ന്. വടിയും കോലുമുള്ള ഇടയനാ, സമാധാനമുള്ള നീരുള്ളവനരികെ പോകുന്നവനാ, തിരുവചനത്തിന്റെ 66 മേടുകളിൽ നിന്നും പച്ചപ്പുൽ മേടുകളിൽ നിന്ന് ഈ ജനത്തെ തീറ്റുന്നവനാ. ഞാൻ നിന്നെ മാറ്റാമെന്ന്. ബെറിയനായ ശിമോനെ, ജീവിതത്തിന്റെ നിലവാരം മാറണമോ? സ്ഥിതി മാറണമോ? ആമേൻ. എന്നെ സ്നേഹിക്കാൻ, ആമേൻ. ഞാൻ സ്നേഹിച്ചാൽ വേദനിക്കുന്നവന്റെ പേര് മാറി യബ്ബസിന്റെ പേര് മാറും, മാന്യനാകും. യബ്ബസ്, മാന്യൻ. നിങ്ങളെ ഭാഗം വായിച്ചു നോക്കണം. വചനം പറയുന്നതാ, അമ്മയിട്ട പേരതല്ല, സ്വർഗത്തിലെ ദൈവമിട്ട പേരാ മാന്യനെന്ന്. ദൈവം സ്നേഹിച്ചാൽ നമ്മൾ മാന്യനാകും. ദൈവത്തെ സ്നേഹിച്ചാൽ നമ്മുടെ സ്ഥിതി മാറും. ആമേൻ. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക്. ആരാ ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന് അറിയണ്ടേ അല്ലേ? സ്നേഹിക്കുക സ്നേഹിക്കുക എന്ന് പറയാം. എന്തുവാ? അമ്മേ, യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം എളുപ്പം വായിച്ചാട്ടെ. ഞാൻ നിങ്ങളോട് അരിമനാഥൻ കൽപ്പിക്കുന്നത് കർത്താവിന്റെ കൽപ്പന പ്രമാണിക്കുന്നവരാ, കർത്താവിന്റെ സ്നേഹിതന്മാർ. അമ്മേ, യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിനകത്ത് ഇങ്ങനെ കാണുന്നു, യേശു സ്നേഹിച്ച മാർത്തയുടെയും അവളുടെ സഹോദരി മറിയയുടെയും, ആമേൻ, ലാസറിന്റെയും ഭവനത്തിൽ എന്ന് പറഞ്ഞാൽ യേശുവിന്റെ സ്നേഹിതനായിരുന്നു ആര്? ലാസർ. അമ്മ, നിങ്ങളൊക്കെ നോക്കണം. ചിലരൊക്കെ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ലാസറിന്റെ വീട്ടിൽ, മറിയയുടെയും മാർത്തയുടെയും വീട്ടിൽ യേശു വരുമ്പം യേശു സ്നേഹിച്ച മാർത്തയും മറിയ, ലാസർ വേറെ വഴിയായിട്ട് ഇറങ്ങിപ്പോവുകയായിരുന്നു. യേശു അവിടെ നിൽക്കത്തില്ലെന്ന്. തിരുവചനം ഞാൻ വായിക്കുന്ന, എന്റെ കയ്യിരിക്കുന്ന ബൈബിളിന്റെ അകത്ത് യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിന്റെ മുകളും താഴെയും വായിച്ചു നോക്കിയാൽ അതിന്റെ 9-ാം വാക്യത്തിനകത്തൊക്കെ ഇങ്ങനെ കാണുവാൻ കഴിയുന്നു. ആമേൻ, സ്തോത്രം. യേശു പറയുക, എന്റെ സ്നേഹിതൻ ലാസർ നിദ്ര കൊള്ളുന്നു. ആമേൻ. യേശു തന്നെയാ പറയുന്നത് ലാസർ യേശുവിന്റെ സ്നേഹിതനാണെന്ന്. യേശുവിന്റെ സ്നേഹിതൻ എന്ന് പറഞ്ഞാൽ യേശുവിന്റെ കൽപ്പന പ്രമാണിക്കുന്നവനാ. അപ്പൊ ലാസർ കൽപ്പന പ്രമാണിക്കുന്നവനായിരുന്നു. ലാസർ യേശുവിനോട് പറ്റി നിൽക്കുന്നവനായിരുന്നു. പക്ഷേ ലാസറിന് ദീനമായി കിടക്കുന്നുവെന്ന് അറിഞ്ഞിട്ട് 3 ദിവസമായിട്ടും യേശു അവൻ 2 ദിവസം അവിടെ തന്നെ പാർത്തു. യേശു ഇരുന്ന സ്ഥലത്ത് തന്നെ പാർത്തു. ആമേൻ. ചില രോഗങ്ങൾ വരുമ്പോൾ, ചില ദുഃഖങ്ങൾ വരുമ്പോൾ യേശു സ്നേഹിച്ചിട്ടും യേശുവിന്റെ കൽപ്പന പ്രമാണിച്ചിട്ടും നീക്കുപോക്ക് വന്നില്ലേ? പരിഹാരം കിട്ടിയില്ലേ? ആശ്വാസം കിട്ടിയില്ലേ? ദീനത്താൽ ലോക വൈദ്യന്മാരിൽ ആശ്രയിച്ചോ? മറ്റുള്ളവര് നിന്ദിക്കത്തക്കവണ്ണം, ദുഷിക്കത്തക്കവണ്ണം സാഹചര്യങ്ങൾ വഴിമാറിയോ? ഈ പകലാത്മാവ് പറയുക, ആമേൻ, ആമേൻ. അത് മുമ്പോട്ട് വായിച്ചു വരുമ്പോൾ ഞാൻ റെഫറൻസ് പറയുന്നില്ല, ആമേൻ, വായിപ്പിക്കുന്നില്ല. ആമേൻ. ഇങ്ങനെ കാണുവാൻ കഴിയുന്നു. ആമേൻ. ഇവർ നിങ്ങൾ നിമിത്തം ഞാൻ സന്തോഷിക്കുന്നു. ലാസർ മരിച്ചു. യേശു അവിടെ ഇല്ലാഞ്ഞത് കൊണ്ട് അവൻ മരിച്ചുപോയി. പക്ഷേ നിങ്ങൾ നിമിത്തം ഞാൻ സന്തോഷിക്കുന്നു. ആര് നിമിത്തമാ? യേശുവിന്റെ ശിഷ്യന്മാര് നിമിത്തം. ആമേൻ. അപ്പം തിന്നാൻ കൂടെ ഉണ്ടായിരുന്നേ. ആമേൻ. അപ്പം വർദ്ധിപ്പിച്ചപ്പോ കൂടെ ഉണ്ടായിരുന്നേ. ആമേൻ. പടക് നിറച്ചപ്പോ കൂടെ ഉണ്ടായിരുന്നേ. മരിച്ചവരെ ഉയർപ്പിച്ചപ്പോ കൂടെ ഉണ്ടായിരുന്നേ. എല്ലാം കണ്ടതാ. പക്ഷേ ഈ പകൽ പറയട്ടെ, അവർക്ക് ഇല്ലാത്ത വിശ്വാസം, അവരിലൂടെ ചെയ്തെടുക്കാത്ത മഹത്വം, അവരിൽ തന്നെ മഹത്വപ്പെടുത്തണമെങ്കിൽ സ്നേഹിക്കുന്ന ലാസർ വേണമായിരുന്നു. അവൻ ശിഷ്യന്മാരെക്കാൾ അധികമായി അവൻ വാങ്ങിയ, തിന്ന, കുടിച്ച, അനുഭവിച്ച, കൂടെ നടന്ന, കൂടെ ഉറങ്ങിയ ശിഷ്യന്മാരെക്കാൾ അധികമായി യേശു സ്നേഹിക്കുന്നത് നിന്നെയാ. ഈ പകൽ പറയട്ടെ, നിന്റെ രോഗം, നിന്റെ വേദന, നിന്റെ കടഭാരം, അവന്റെ നാമം നിന്നിലൂടെ മഹത്വമെടുക്കാനാ.
പകൽ ചില വ്യക്തി ജീവിതങ്ങളുടെ മേൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടട്ടെ. ഈ ബ്ലാക്ക് ഷർട്ടിട്ട പ്രിയ ബ്രദർ, ദൈവാത്മാവ് പറയുക, അമ്മേ, കുടുംബത്തിനകത്ത് ഒരു മഹത്വം വെളിപ്പെടുത്താൻ ആത്മാവിന് പദ്ധതിയുണ്ട്. അമ്മേ, ഒതുക്കിക്കളഞ്ഞ മണ്ഡലങ്ങൾ, അമ്മേ, അവഗണിക്കപ്പെട്ട മണ്ഡലങ്ങൾ, അമ്മേ, ഒഴുകിപ്പോകുന്നത് പോലെ, കൂലിക്കാരന്റെ ഒട്ടസഞ്ചി പോലെ നഷ്ടപ്പെട്ടു പോയ ചില മണ്ഡലങ്ങൾ, അമ്മേ, വിട്ടുമാറാത്ത തലവേദനയുടെ അസ്വസ്ഥത, കണ്ണിന്റെ ഒരു കോണ് ചേർന്ന്, അവൻ പിരികത്തിന്റെ കോണ് ചേർന്ന്, അവൻ ഒരു ഞരമ്പിനകത്തൂടെ തലവേദനയുടെ അസ്വസ്ഥത വന്ന് ഏകദേശം മണിക്കൂറുകൾ ശരീരത്തെ ദണ്ഡിപ്പിച്ച് പൊരുതുന്ന കെട്ടിനെ അഴിച്ചു മാറ്റി കൂടാരവാസികളെ സ്വതന്ത്രരാക്കുവാൻ ആത്മാവിന് പദ്ധതിയുണ്ട്. മകനെ, ഈ പകരം ദൈവിക വിടുതല് അവൻ നിങ്ങളുടെ വീടിനകത്ത് ഇറക്കി വരട്ടെ. ദൈവിക കരുതല് കൂടാരത്തിൽ ഇറങ്ങി വരട്ടെ. ദൈവിക മഹത്വം ജനത്തിന് വേണ്ടി ആത്മാവ് ചെയ്തെടുക്കട്ടെ. ഞാൻ ഒറ്റ വാക്കിലാണ് നിൽക്കാൻ പറ്റിയത്. അമ്മൻ സ്തോത്രം. പറയപ്പെട്ടതിനേക്കാൾ അധികം സമയം മുമ്പോട്ട് പോയി. ഞാൻ നേരത്തെ നിർത്തുമായിരിക്കും എന്നൊക്കെ ഓർത്തു. അമ്മൻ, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് മുൻപോട്ടുണ്ടായിരുന്നു. കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നാത്തത് എന്താ കണ്ണിന് കാണാത്തത് ഒക്കെ പറയണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ അല്പം അമ്മൻ പരിശുദ്ധാത്മാവ് ഈ റൂട്ടിൽ കൊണ്ടുപോയത് കൊണ്ട് ആത്മാവിന്റെ വിടുതൽ വ്യാപരിച്ചിട്ടുണ്ട്. അമ്മൻ, എന്നിൽ വ്യാപരിക്കുന്ന ആത്മസാന്നിധ്യത്തിന്റെ നിയോഗത്താൽ ഞാൻ ഒരു നിമിഷം ചോദിക്കട്ടെ. അമ്മേ, ശിമോനെ പോലെ ഞാൻ ഇടറിപ്പോയിട്ടുണ്ട്. കർത്താവേ, ഇന്നെന്റെ പടകിനെയും വലയെയും മനസ്സിനെയും നിറച്ചിട്ട് ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കാൻ അങ്ങന്റെ അരികിൽ വന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉത്തമ ബോധ്യം നിങ്ങൾക്കുണ്ടോ? ഇല്ല. യബ്ബേസിനെ പോലെ അങ്ങനെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ ചുറ്റുപാടുകളെല്ലാം എന്നെ വിധി പറയുന്നു, എന്നെ പഴിക്കുന്നു, എന്നെ നിന്ദിക്കുന്നു. ഇവരുടെ മുൻപിൽ അനർത്ഥം, ഇവര് പറയുന്ന വാക്കുകൾ എനിക്കൊരു ന്യായവിധിയാകാതെ, അനർത്ഥം എനിക്ക് വ്യസന കാരണമാകാതെ എന്നെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിച്ച്, ക്രിസ്തു മാന്യനെന്ന്, യഹോവയാം ദൈവം മാന്യനെന്ന് നിന്റെ പേര് മാറ്റുന്ന ഒരവസ്ഥയിലേക്ക്, ദൈവാത്മാവിന് നിന്നെ കൊണ്ടുവരും.